രണ്ട് ഭാഗങ്ങൾ, രണ്ട് വാക്യങ്ങൾ ഇന്ന് രാത്രിയിലെ ചിന്തയ്ക്ക് ആധാരമായി നാം വായിച്ച് കേൾക്കപ്പെടാൻ പോകുകയാണ്. മത്തായിയുടെ സുവിശേഷം 5-ാമത്തെ അധ്യായം അതിൻ്റെ 14-ാമത്തെ വാക്യവും യൂദായുടെ ലേഖനം 1-ാം അധ്യായം അതിൻ്റെ 12-ാമത്തെ വാക്യം. മത്തായിയുടെ സുവിശേഷം 5-ാം അധ്യായം അതിൻ്റെ 14-ാമത്തെ വാക്യം, യൂദായുടെ ലേഖനം 1-ാമത്തെ അധ്യായം അതിൻ്റെ 12-ാമത്തെ വാക്യം. മത്തായിയുടെ സുവിശേഷം 5:14 പ്രാരംഭത്തിൽ നാം വായിക്കുകയാണ്. മത്തായിയുടെ സുവിശേഷം, നിങ്ങൾ ലോകത്തിൻ്റെ വെളിച്ചമാകുന്നു. അടുത്ത വാക്യം, മലമേലിരിക്കുന്ന പട്ടണം മറഞ്ഞിരിപ്പാൻ പാടില്ല. വാക്യം എല്ലാവരും കൂടെ ചേർന്നൊന്ന് വായിച്ചാട്ടെ. നിങ്ങൾ ലോകത്തിൻ്റെ വെളിച്ചം ആകുന്നു, മലമേൽ ഇരിക്കുന്ന പട്ടണം മറഞ്ഞിരിപ്പാൻ പാടില്ല, മറഞ്ഞിരിപ്പാൻ പാടില്ല. യൂദായുടെ ലേഖനം 1-ാം അധ്യായം അതിൻ്റെ 12-ാമത്തെ വാക്യം. യൂദായുടെ ലേഖനം 1-ാമത്തെ അധ്യായം അതിൻ്റെ 12-ാമത്തെ വാക്യം. യൂദായുടെ ലേഖനം 1-ാം അധ്യായം അതിൻ്റെ 12-ാമത്തെ വാക്യം. ആ വാക്യം കൂടെ എല്ലാവരും കൂടെ ശബ്ദം ഉയർത്തി ഒന്ന് ഒരുമിച്ച് വായിച്ചാട്ടെ. ഇവർ നിങ്ങളുടെ സ്നേഹസതികളിൽ മറഞ്ഞു കിടക്കുന്ന പാറകൾ. സ്തോത്രം. ഇന്ന് ഉച്ച കഴിഞ്ഞ് പ്രാർത്ഥിക്കുമ്പോഴാണ് ഈ രണ്ട് ഭാഗങ്ങളെക്കുറിച്ചുള്ളൊരു ദൈവിക ചിന്ത പരിശുദ്ധാത്മാവിൻ്റെ ഹൃദയത്തിൽ നൽകിയത്. ഈ പ്രാർത്ഥനകളെക്കുറിച്ച് തുടക്ക ദിവസം മുതൽ പ്രാർത്ഥിക്കുമ്പോഴേ കർത്താവിനോട് പറയാൻ പറഞ്ഞ വാക്കുകളിൽ ഒന്നാണ്, ദേശത്തിനകത്ത് മറയപ്പെട്ടിരിക്കുന്ന സ്വാധീനങ്ങളുണ്ട്. അങ്ങനൊരു വാക്ക് മാത്രമേ ദൈവം പറഞ്ഞോളെങ്കിലും അതിൻ്റെ ഡെപ്തോ അതിൻ്റെ ആഴമോ ഒന്നും എനിക്ക് മനസ്സിലാകുന്നില്ലായിരുന്നു. പക്ഷേ ഇന്ന് ഉച്ച കഴിഞ്ഞ് അല്പസമയങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ ഈ ഭാഗവുമായി ബന്ധപ്പെട്ട് രണ്ട് വാക്യങ്ങൾ പരിശുദ്ധാത്മാവിൻ്റെ ഹൃദയത്തിൽ നൽകി. ആദ്യ വാക്യം നമുക്ക് വളരെ പരിചിതമാണ്. യേശു കർത്താവ് മലമുകളിലിരുന്ന് പ്രസംഗിക്കുന്ന അതീവ ശക്തിയുള്ള ഏറ്റവും ഗൗരവമുള്ള ഒരാത്മീയ സന്ദേശങ്ങൾ, യേശുവിൻ്റെ പ്രസംഗ ഗിരിപ്രഭാഷണം എന്നൊക്കെ അറിയപ്പെടുന്ന ഭാഗങ്ങളിലൊന്നാണ് ആദ്യ ഭാഗം. മത്തായിയുടെ സുവിശേഷം 5-ാമത്തെ അധ്യായം തുടക്കവാക്യം കാണുമ്പോൾ നമുക്ക് കാണാൻ കഴിയും, അവൻ പുരുഷാരത്തെ കണ്ടപ്പോൾ മലമേൽ കയറി അവൻ ഇരുന്ന ശേഷം ശിഷ്യന്മാർ അടുക്കൽ വന്നു അവൻ തിരുവായി മൊഴിഞ്ഞ് അവരോട് ഉപദേശിക്കാൻ തുടങ്ങി. യേശുവിൻ്റെ മലമുകളിലുള്ള അതീവ ശക്തിയുള്ള ഏറ്റവും ഗൗരവമുള്ള ആത്മീയ സന്ദേശങ്ങളിലൊന്നാണ്. സാധാരണ പാസ്റ്റർമാരായ ഞങ്ങളൊക്കെ വലിയ ദൈവസാന്നിധ്യം വ്യാപരിക്കപ്പെടുമ്പോൾ, വലിയ ക്രൗഡൊക്കെ കാണുമ്പോൾ ഞങ്ങൾ എഴുന്നേറ്റ് നിന്നും തുള്ളിയും ചാടിയും മൈക്കൊക്കെ പിടിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ നടന്നാണ് ഞങ്ങൾ പ്രസംഗിക്കുന്നത്. പക്ഷേ യേശു നേരെ തിരിച്ചാണ്. ഒരു സ്തോത്രം പറഞ്ഞാട്ടെ. യേശു വലിയ ക്രൗഡ് കണ്ടപ്പോൾ കർത്താവ് എന്ത് ചെയ്തെന്നറിയാമോ? നിന്ന് പ്രസംഗിച്ചെന്നല്ല, യേശു വലിയ ക്രൗഡിനെ കണ്ടപ്പോൾ അവൻ മലയുടെ മണ്ടയ്ക്ക് കയറി ഇരുന്ന ശേഷം യേശു അവരോട് ഉപദേശിക്കാൻ തുടങ്ങി. ഇതിനെ ഗിരിപ്രഭാഷണം എന്ന് പറയും. ഒരു പക്ഷേ പെന്തക്കോസ്തുകാരായ നമുക്ക് മാത്രമല്ല, പകരം ലോകത്തിനകത്തുള്ള സകല സഹോദരങ്ങൾക്കും സകല പ്രിയപ്പെട്ടവർക്കും യേശുവിനെ ഒരു വാക്കിലെങ്കിലും അറിയാവുന്ന പ്രിയപ്പെട്ടവർക്ക് യേശുവിൻ്റെ ഗിരിപ്രഭാഷണം വളരെ പരിചയമുള്ളതാണ്. ആത്മാവിൽ ദുഃഖിക്കുന്നവരായ നിങ്ങൾ ഭാഗ്യവാന്മാർ, ഇപ്പോൾ കരയുന്ന നിങ്ങൾ ഭാഗ്യവാന്മാർ, ഇപ്പോൾ വിലപിക്കുന്ന നിങ്ങൾ ഭാഗ്യവാന്മാർ എന്നൊക്കെ പറഞ്ഞ് യേശു ഭാഗ്യത്തെ വെളിപ്പെടുത്തുന്ന ഏറ്റവും ശക്തിയുള്ള യേശുവിൻ്റെ ആത്മീയ പ്രഭാഷണങ്ങളിൽ ഒന്നാണ് മത്തായിയുടെ സുവിശേഷം 5-ാം അധ്യായം. ഇങ്ങനെ ദുഃഖിക്കുന്നവർ ഭാഗ്യവാന്മാർ, സൗമ്യതയുള്ളവർ ഭാഗ്യവാന്മാർ, നീതിക്ക് വിശന്ന് ദാഹിക്കുന്നവർ ഭാഗ്യവാന്മാർ, കരുണയുള്ളവർ ഭാഗ്യവാന്മാർ, ആത്മാവിൽ ദരിദ്രരായവർ ഭാഗ്യവാന്മാർ. 8-ാം വാക്യം, ഹൃദയശുദ്ധിയുള്ളവർ ഭാഗ്യവാന്മാർ, സമാധാനം ഉണ്ടാക്കുന്നവർ ഭാഗ്യവാന്മാർ. ഇങ്ങനെ ഭാഗ്യാവസ്ഥകളെക്കുറിച്ചെല്ലാം യേശു പ്രസംഗിച്ച് കഴിഞ്ഞിട്ട് താഴേക്ക് പറയുമ്പോൾ ഇത് യേശു വ്യക്തിപരമായിട്ട് ചിലരെ ചൂണ്ടി യേശു പറയുന്നൊരു സ്റ്റേറ്റ്മെൻ്റാണ് നമ്മൾ വായിച്ച 14-ാമത്തെ വാക്യത്തിൽ. നിങ്ങൾ ലോകത്തിൻ്റെ വെളിച്ചമാകുന്നു, നിങ്ങൾ ലോകത്തിൻ്റെ വെളിച്ചമാകുന്നു. അപ്പം ലോകത്തിൻ്റെ വെളിച്ചം നിങ്ങളാകണമെങ്കിൽ ലോകം ഒരു ഇരുട്ടിനകത്താണെന്നാണ് യേശു ഇവിടെ പറഞ്ഞ സ്റ്റേറ്റ്മെൻറ്റിൻ്റെ ഒരു ആഴമെന്ന് പറയുന്നത്. ഞാൻ ആ പദം നിർത്തി പറയാം. നിങ്ങൾ ലോകത്തിൻ്റെ വെളിച്ചമാകുന്നു. വെളിച്ചം എവിടെയാണ് ആവശ്യമെന്ന് ചോദിച്ചാൽ വെളിച്ചം ഇരുട്ടിലാണ് ആവശ്യമെന്ന് പറയുന്നത്. ഇരുട്ടുള്ള സ്ഥലത്ത് മാത്രമേ വെളിച്ചത്തിൻ്റെ ആവശ്യകതയുള്ളൂ. അപ്പോൾ യേശു പറയുകയാണ് നിങ്ങൾ ലോകത്തിൻ്റെ വെളിച്ചമാകുന്നു. ഈ പദം ഭയങ്കര ശക്തിയുള്ളൊരു പദമാണ്. ഇത് ഭയങ്കര സാധാരണ ഒരു സ്റ്റേറ്റ്മെൻ്റ് അല്ല, അസാധാരണമായൊരു സ്റ്റേറ്റ്മെൻ്റാണ് ഈ വാക്കെന്ന് പറയുന്നത്. നീ എന്ന് പറയുന്ന വ്യക്തി ഒരു വ്യക്തിയുടെ വെളിച്ചമാണെന്നൊന്നുമല്ല യേശു പറയുന്നത്. നീ ഒരു കുടുംബത്തിൻ്റെ വെളിച്ചമാണ്, അങ്ങനല്ല യേശു പറയുന്നത്. നീ കേവലം ഒരു പട്ടണത്തിൻ്റെ, ഒരു ഗ്രാമത്തിൻ്റെ, ഒരു ദേശത്തിൻ്റെ വെളിച്ചം ആണ്, അങ്ങനല്ല യേശു പറയുന്നത്. യേശു പറയുന്ന സ്റ്റേറ്റ്മെൻറ്റ് കുറച്ചും കൂടെ എക്സ്ട്രീം ലെവലിലുള്ളൊരു സ്റ്റേറ്റ്മെൻ്റ് ആണ്. യേശു പറയുകയാണ് നീ ലോകത്തിൻ്റെ വെളിച്ചമാകുന്നു എന്ന് വെച്ചാൽ ലോകം എവിടെല്ലാം പടർന്ന് പന്തലിച്ച് കിടക്കുന്നോ അതിൻ്റെ വെളിച്ചമാണ് നീ. അപ്പോൾ നീ എന്ന് പറയുന്ന വ്യക്തി ലോകത്തിൻ്റെ വെളിച്ചമാകുന്നു.
എന്ന് പറഞ്ഞിട്ട് യേശു പറയുന്ന അടുത്ത വാക്കാണ് ശ്രദ്ധേയം. ആ വെളിച്ചത്തിൻ്റെ ഒരു കൊച്ചു പ്രശ്നമുണ്ട്, അത് മറഞ്ഞിരിപ്പാൻ പാടില്ല. ചേർന്നൊരു ഹല്ലേലൂയ പറഞ്ഞാട്ടെ. ഈ ഉപവാസ പ്രാർത്ഥനകളിലും കർത്താവ് നമ്മളെക്കുറിച്ച് ആഗ്രഹിക്കുന്ന ഏറ്റവും ശക്തിയുള്ള കാര്യങ്ങളിലൊന്നാണ്, നമ്മളെന്ന് പറയുന്ന വെളിച്ചത്തെ യേശു കത്തിക്കുകയും കത്തിച്ചു നിർത്തിയ വെളിച്ചത്തെ യേശു പ്രകാശിപ്പിക്കുകയും മാത്രമല്ല, മറയപ്പെട്ടുപോയ വെളിച്ചങ്ങളെ കർത്താവ് പുറത്തു കൊണ്ടുവരുന്നൊരു പ്രാർത്ഥനയായി ഇത് മാറുമെന്ന് പറഞ്ഞാൽ വിശ്വസിക്കുന്നവർക്കായി നന്ദിയോടെ ഞാൻ ദൈവത്തിന് സ്തോത്രം ചൊല്ലുന്നു. ഈ പ്രാരംഭ ഭാഗങ്ങളെല്ലാം ഞാൻ വളരെ ശാന്തമായിട്ട് തന്നെയാണ് പറയുന്നത്. നമ്മൾ ലോകത്തിൻ്റെ വെളിച്ചമാകുന്നു. അപ്പോൾ ലോകം ഇരുട്ടിലാണ്. ഇരുട്ടിൻ്റെ സ്വാധീനത്തിനകത്തും മാത്രം മറയപ്പെട്ട ഒരു തലത്തിനകത്ത് ഒരു പ്രാർത്ഥിക്കുന്ന ദൈവകുഞ്ഞിനെ കർത്താവ് വെളിച്ചമാക്കി നിർത്തിയിരിക്കുകയാണ്. ഈ വെളിച്ചം കത്തണമെങ്കിൽ, ഇത് കത്തിക്കുക എന്ന് പറയുന്ന ഒരു സാധാരണ സംഗതിയല്ല. ഒരു വെളിച്ചം കത്തിക്കുക എന്നൊക്കെ പറയുന്ന സാധാരണ സംഗതിയല്ല. നിങ്ങൾക്കറിയാം, നമ്മുടെ ചർച്ചിനുള്ള ബന്ധത്തിൽ ഇതിനകത്ത് ആദ്യത്തെ ഇനാഗ്രേഷൻ കഴിഞ്ഞ് കയറി വന്നപ്പോൾ ഒത്തിരി പ്രിയപ്പെട്ടവർ എന്നോട് പറഞ്ഞു, ലൈറ്റ് സെറ്റിംഗ് ഒക്കെ ഭയങ്കര നന്നായിട്ടുണ്ട്. ചിലർക്ക് പരിമിതമായിട്ടും പരിധിയായിട്ടൊക്കെ തോന്നിയെങ്കിലും ആദ്യമായിട്ടൊക്കെ കാണുന്ന സഹോദരങ്ങൾക്ക് കൊള്ളാം, മനോഹരമാണ്, അവിടെ ഇത് അറേഞ്ച് ചെയ്തു, ഇവിടെ അത് അറേഞ്ച് ചെയ്തു, അവിടെ വാം ലൈറ്റ് കൊള്ളാം, മനോഹരമാണ്. സത്യത്തിൽ കാണുമ്പോൾ പെട്ടെന്നൊരു സന്തോഷമൊക്കെ ഉണ്ടാകുമെങ്കിലും ഇതിൻ്റെ പിന്നിൽ അധ്വാനം എന്ന് പറയുന്നത് ചെറുതല്ല. സ്തോത്രം. ഇലക്ട്രീഷ്യൻ എന്തോരം സമയം ഇതിനകത്ത് അധ്വാനിച്ചു, എവിടെല്ലാം ഹോൾ ഇട്ടു. ആദ്യത്തെ ഹോൾ ഇട്ടത് ശരിയായില്ല, പിന്നെ അത് പുട്ടിയിട്ട് അടച്ചു, പിന്നെ അടുത്ത അളവെടുത്ത് ശരിയായില്ല. കണ്ടോ, ഇതിങ്ങനെ ക്രമം തെറ്റാതെ ഓരോന്നിനും കറക്റ്റ്. സത്യത്തിൽ സ്കെയിലൊക്കെ വെച്ച് അളന്നു കഴിഞ്ഞാൽ ആ ഡിസ്റ്റൻസ് എന്നൊക്കെ പറയുന്നത് ഭയങ്കര പെർഫെക്റ്റ് ആണ്. ഇത് കാണുമ്പോൾ ഒരു സന്തോഷം നമുക്കുണ്ടെങ്കിലും ഇത് ക്രമീകരിക്കുക എന്ന് പറയുന്നത് ചെറിയ സംഗതിയല്ല. ഇനി നിങ്ങൾ ആത്മീയത്തിലേക്ക് വരിക. നമ്മളാകുന്ന വെളിച്ചം എന്ന് പറയുമ്പോൾ ഒരു വലിയ സന്തോഷമൊക്കെ തോന്നുമെങ്കിലും ഇത് കത്തിച്ച് നിർത്തുന്നതിൻ്റെ പിന്നിൽ ഒരു ഭയങ്കര അധ്വാനമുണ്ട്. അത് വിശ്വസിക്കുന്നവർക്കായി നന്ദിയോടെ ഞാൻ ദൈവത്തിന് സ്തോത്രം പറയുന്നു. അങ്ങനെയാണെങ്കിൽ എൻ്റെ ചോദ്യം, വെളിച്ചം കത്തിച്ച് നിർത്തണമെങ്കിൽ, ഞാനാകുന്ന വെളിച്ചം കത്തിച്ച് നിർത്തണമെങ്കിൽ എന്തോ സംഗതി വേണം. ലേവ്യ പുസ്തകം തുറന്നേ, 6-ാമത്തെ അധ്യായം അതിൻ്റെ 12-ാമത്തെ വാക്യം. ഈ ഭാഗങ്ങൾ ശാന്തമായിട്ട് നമ്മളൊന്ന് പഠിച്ചിട്ട് ഒരുമിച്ചൊന്ന് പ്രാർത്ഥിക്കാൻ പോകുകയാണ്. ലേവ്യ പുസ്തകം 6-ാമത്തെ അധ്യായം അതിൻ്റെ 12-ാമത്തെ വാക്യം വായിച്ചേ. വെളിച്ചത്തെ കത്തിച്ച് നിർത്തണമെങ്കിൽ എന്തോ സംഗതി വേണമെന്ന് വ്യക്തമായിട്ട് അവിടെ പറയുന്നുണ്ട്. ലേവ്യ പുസ്തകം 6-ാമത്തെ അധ്യായം അതിൻ്റെ 12-ാമത്തെ വാക്യം. വാക്യം ഇങ്ങനെയാണ്: യാഗപീഠത്തിന്മേൽ തീ കെട്ടുപോകാതെ കത്തിക്കൊണ്ടിരിക്കണം. അപ്പോൾ ഈ വെളിച്ചം കത്തിക്കൊണ്ടിരിക്കണം. പക്ഷേ ഇത് യാഗപീഠത്തിന്മേലാണ് കത്തേണ്ടത്. എന്നിട്ട് യേശു അടുത്ത വാക്ക് പറയുകയാണ്: പുരോഹിതൻ ഉഷസ് തോറും അതിന്മേൽ വിറക് കത്തിച്ച് ഹോമയാഗം അടുക്കി വെച്ച് അതിന്മീതെ സമാധാനയാഗങ്ങളും മേധസ്സും ദഹിപ്പിക്കണം. യാഗപീഠത്തിന്മേൽ തീ കെട്ടുപോകാതെ എപ്പോഴും എന്ത് ചെയ്യണം? കത്തിക്കൊണ്ടിരിക്കണം. അപ്പോൾ ഇത് കത്തിക്കുക എന്ന് പറയുന്നത് ഒരു ചെറിയ സംഗതിയല്ല. ഇവിടെ കത്തിക്കണമെങ്കിൽ എന്തെല്ലാം വേണമെന്ന് 12-ാമത്തെ വാക്യത്തിൽ എടുത്തു പറയുന്നുണ്ട്. യാഗപീഠത്തിന്മേൽ തീ കെട്ടുപോകാതെ കത്തിക്കൊണ്ടിരിക്കണമെങ്കിൽ ഒന്ന്, അതിൻ്റെ പുറകിൽ ഒരു പുരോഹിതൻ്റെ അധ്വാനം ഉണ്ടായിരിക്കണം. സ്തോത്രം. എന്ന് വെച്ചാൽ നമ്മളാകുന്ന വെളിച്ചത്തെ കത്തിച്ച് നിർത്തണമെങ്കിൽ അതിൻ്റെ പുറകിൽ ഒരു പുരോഹിതൻ്റെ കൈ ഉണ്ടായിരിക്കും, ഒരു പുരോഹിതൻ്റെ കരമുണ്ടായിരിക്കും. ഇന്ന് രാത്രി ഈ യോഗത്തിനകത്തിരിക്കുന്ന ഓരോ പ്രിയപ്പെട്ടവരെ നോക്കി ഞാൻ പറയാം, നമ്മളാകുന്ന വെളിച്ചത്തെ കത്തിച്ച് നിർത്താൻ പാകത്തിൽ ഇതിൻ്റെ പുറകിൽ ഒരു പുരോഹിതൻ്റെ കരം ഉണ്ട്, നിശ്ചയമായിട്ടുമുണ്ട്. അല്ല, ഇത് നമ്മുടെ ആൾബലം കൊണ്ട് കത്തി നിൽക്കുക അല്ലല്ലോ, നമ്മുടെ ശക്തി കൊണ്ട്, നമ്മുടെ കുലശ്രേഷ്ഠത കൊണ്ട്, നമ്മുടെ കുടുംബ പാരമ്പര്യം കൊണ്ട്. ഞാൻ ആരാ പാസ്റ്ററേ? എൻ്റെ കുടുംബം ഏതാണെന്നറിയാമോ? എൻ്റെ കുടുംബത്തിനകത്ത് എത്ര അച്ഛന്മാരുണ്ടെന്നറിയാമോ? അയ്യോ, ഞങ്ങളുടെ കുടുംബത്തിനകത്ത് ഞങ്ങൾ പള്ളിക്ക് എന്തോ കാര്യം ചെയ്തിട്ടുണ്ട് എന്ന് പറഞ്ഞ് കത്തി നിൽക്കുക അല്ല ഇത്. പകരം നമ്മളാകുന്ന വെളിച്ചത്തെ കത്തിച്ച് നിർത്താൻ ഒരു പുരോഹിതൻ്റെ കരം 24 മണിക്കൂറും ഇതിനകത്തുണ്ടെന്ന് പറഞ്ഞാൽ വിശ്വസിക്കുന്നവർക്കായി ഞാൻ ദൈവത്തിന് സ്തോത്രം പറയുന്നു. അങ്ങനെയാണെങ്കിൽ ഇതിനകത്തിരിക്കുന്ന ദൈവമക്കളെ നോക്കി ഞാൻ ശാന്തമായിട്ടൊന്ന് ചോദിക്കട്ടെ, എൻ്റെ പുറകിൽ ഞാനാകുന്ന വെളിച്ചത്തെ കത്തിച്ച് നിർത്തുന്ന സാക്ഷാല പുരോഹിതൻ്റെ പേരെന്താണെന്നാണ് നിങ്ങൾ വിശ്വസിക്കുന്നത്? ഞാൻ നിസ്സംശയം പറയാം, എൻ്റെ പുറകിൽ ഞാൻ എന്ന വെളിച്ചത്തെ അണയ്ക്കാൻ സാത്താന്യ ശക്തി മറുഭാഗത്ത് കിടപടഞ്ഞ് അധ്വാനിക്കുമ്പോൾ ആമേൻ, ഇപ്പറേ ഭാഗത്ത് ഞാനാകുന്ന വെളിച്ചത്തെ കത്തിച്ച് നിർത്താൻ എൻ്റെ പുറകിൽ അധ്വാനിക്കുന്ന പുരോഹിതൻ്റെ പേര് പാസ്റ്റർ എന്നല്ല, റവറൻഡ് എന്നല്ല, ഡോക്ടർ എന്നല്ല. എൻ്റെ പുറകിൽ നിൽക്കുന്ന പുരോഹിതൻ്റെ പേര് സാക്ഷാൽ ശ്രീ യേശു കർത്താവ് എന്നാണ്. അങ്ങനാണെങ്കിൽ ഇതിനകത്തിരിക്കുന്ന ഓരോ കുടുംബങ്ങളെ നോക്കി ഞാൻ പറയാം, നമ്മുടെ കുടുംബത്തിൻ്റെ വെളിച്ചം കെട്ടുപോകാൻ പുരോഹിതൻ സമ്മതിക്കത്തില്ല. ഉറപ്പിച്ചിന്ന് രാത്രി വിശ്വസിച്ച് പറയണം, ഇതെൻ്റെ കഴിവ് കൊണ്ടല്ല പാസ്റ്ററെ ഞങ്ങൾ നിൽക്കുന്നത്, ഇതെൻ്റെ ആൾബലം കൊണ്ടല്ല ഞങ്ങൾ നിൽക്കുന്നത്. പെന്തക്കോസിനകത്ത് ഒത്തിരി പേർ അവരുടെ ശക്തി കൊണ്ട് നിൽക്കുന്നുണ്ടായിരിക്കാം. പക്ഷെ ഇതിനകത്തിരിക്കുന്ന ചിലരെ നോക്കി ഞാൻ ആത്മാവിൽ ഉറപ്പിച്ചു പറയാം, നിങ്ങളാകുന്ന വെളിച്ചം നിൽക്കുന്നതിൻ്റെ പിന്നിൽ ഒറ്റ റീസണേ ഉള്ളൂ. അതിൻ്റെ പിറകിൽ ഒരു പുരോഹിതൻ ഭയങ്കരമാരും കരം വെച്ചിട്ടുണ്ടെന്ന് വിശ്വസിക്കുന്നവർക്കായി നന്ദിയോടെ ഞാൻ ദൈവത്തിന് സ്തോത്രം പറയുന്നു. അപ്പോൾ ഒരു പുരോഹിതൻ ആ വ്യക്തിയുടെ പുറകിലുണ്ടെങ്കിൽ ആ വെളിച്ചം എപ്പോഴും കത്തി നിൽക്കും. സ്തോത്രം. വിശ്വസിക്കുന്നവർ സ്വന്തം ചങ്കത്ത് കരം വെച്ച് പറ, എൻ്റെ
പുറകിൽ ഒരു പുരോഹിതൻ ഉണ്ട്. സ്തോത്രം. ആ പുരോഹിതൻ എൻ്റെ പുറകിൽ നിൽക്കുന്നത് കൊണ്ടാ പാസ്റ്റർ ഞാൻ അണഞ്ഞു പോകാതെ നിൽക്കുന്നത് എന്ന് വിശ്വസിച്ച് ഞാൻ ചോദിക്കട്ടെ, പെന്തക്കോസിനകത്ത് ശക്തന്മാർ പലതും അണഞ്ഞു പോയില്ലേ? യോഗ്യന്മാർ പലരും അണഞ്ഞു പോയില്ലേ? നമ്മളെക്കാൾ പ്രാർത്ഥിക്കുന്നവർ അണഞ്ഞു പോയില്ലേ? നമ്മളെക്കാൾ വാച്ചാതിരത്തിൽ പ്രസംഗിച്ചവർ അണഞ്ഞു പോയില്ലേ? പക്ഷെ ഇന്ന് രാത്രിയിൽ നമ്മൾ കത്തി നിൽക്കുന്നെങ്കിൽ ഉറപ്പിച്ചു വിശ്വസിക്കാം, അത് പണത്തിന്റെ അടിസ്ഥാനത്തിലല്ല, കയ്യിലെ സർട്ടിഫിക്കറ്റിന്റെ ബലത്തിനകത്തല്ല, പകരം നമ്മൾ കത്തി നിൽക്കുന്നെങ്കിൽ അതിന്റെ പുറകിൽ ഒരു പുരോഹിതന്റെ അധ്വാനം ഉണ്ടെന്ന് വിശ്വസിക്കുന്നവർക്കായി നന്ദിയോടെ ഞാൻ ദൈവത്തിന് സ്തോത്രം. ഇന്ന് രാത്രിയും വിശ്വസിച്ചു പറ, എൻ്റെ വീട്ടിൽ യേശു എന്ന പുരോഹിതൻ ഉണ്ടെങ്കിൽ, എൻ്റെ കൂടാരത്തിനകത്ത് യേശു എന്ന പുരോഹിതൻ ഉണ്ടെങ്കിൽ, എൻ്റെ ദേശത്തിനകത്ത് യേശു എന്ന പുരോഹിതൻ ഉണ്ട്. അപ്പാ, ഇന്ന് രാത്രി ഞങ്ങൾ ചക്കുവരയ്ക്കൽ മേലില ദേശത്തിന് വേണ്ടി ഒരുമിച്ച് സ്തോത്രം ചൊല്ലി പ്രാർത്ഥിക്കുന്നു. ഈ ദേശത്തിനകത്ത് വെളിച്ചം കെട്ടുപോകാതിരിക്കണമെങ്കിൽ, എത്ര മീറ്റിങ്ങുകൾ നടന്നാലും എത്ര യോഗം നടന്നാലും ഈ ദേശത്തിനകത്ത് വെളിച്ചം കെട്ടുപോകാതിരിക്കണമെങ്കിൽ അതിൻ്റെ പുറകിൽ ഒരു പുരോഹിതന്റെ കൈവെപ്പ് ഉണ്ടായിരിക്കണം. വിശ്വസിക്കുന്നവർക്ക് ഈ സ്തോത്രം പറയുന്നു. ഇനി പുരോഹിതൻ മാത്രം മതിയോ? പോരാ. പുരോഹിതൻ വന്നു കഴിഞ്ഞാൽ അവൻ ഉഷസ് തോറും, അടുത്ത വാക്ക് കണ്ടോ, അവൻ ഉഷസ് തോറും, നിങ്ങളെല്ലാവരും ആ വാക്യം കണ്ടോ, അവൻ ഉഷസ് തോറും അതിന്മേൽ ഉറക കത്തിച്ച് ഹോമയാഗം അടുക്കി വെച്ച് അതിന്മീതെ സമാധാനയാഗങ്ങളും മേധസ്സും ദഹിപ്പിക്കണം. അപ്പൊ ഈ കത്തി നിൽക്കുന്ന കത്തി നിൽക്കത്തക്ക രീതിയിൽ അത് പ്രയോജനപ്പെടണമെങ്കിൽ പുരോഹിതൻ മാത്രം വന്നാൽ പോരാ, അവിടെ രണ്ട് യാഗങ്ങൾ നടക്കണം. ഒന്ന്, അവിടെ ഹോമയാഗം നടക്കണം. രണ്ട്, അവിടെ സമാധാനയാഗം നടക്കണം. സ്തോത്രം. ഈ ഹോമയാഗവും സമാധാനയോഗവും സ്വമേധയുള്ള യാഗമാണ്. ഇത് ദൈവത്തോടുള്ള ബന്ധത്തെ കാണിക്കുക. ഇന്ന് രാത്രി ഞാൻ അടുത്ത ഭാഗം പറയാം. പുരോഹിതൻ മാത്രം വന്നാൽ നമ്മുടെ വീട് കത്തി നിൽക്കത്തില്ല. ആ പുരോഹിതൻ വരുമ്പോൾ നമ്മൾ സ്വമേധയെ അതിനൊന്ന് സമർപ്പിച്ചാൽ, ചില യാഗത്തിന് വേണ്ടി നമ്മൾ ഒരുങ്ങിയാൽ, പുരോഹിതൻ ഇറങ്ങി നിൽക്കുന്ന നമ്മുടെ വീട്ടിൽ നമ്മളൊന്ന് ഡെഡിക്കേറ്റഡ് ആയാൽ ഉറപ്പാണ് നമ്മളെന്ന വെളിച്ചത്തെ ദൈവം കത്തിച്ചു നിർത്തും. വിശ്വസിക്കുന്നവർക്കായി നന്ദിയോടെ ഞാൻ ദൈവത്തിന് സ്തോത്രം ചൊല്ലുന്നു. ഇനി എൻ്റെ ചോദ്യം, പുരോഹിതനും ഈ സ്വമേധയാഗവും സമാധാനയാഗവും മാത്രം മതിയോ പാസ്റ്ററെ? പോരാ. പുറപ്പാട് പുസ്തകം 39-37 വായിക്കുമ്പോൾ അവിടെ വെളിച്ചം കത്തണമെങ്കിൽ അടുത്തൊരെല്ലാം കിടക്കുക. വായിച്ചേ, പുറപ്പാട് പുസ്തകം 39-ാമത്തെ അധ്യായം അതിൻ്റെ 37-ാമത്തെ വാക്യം വായിക്കുമ്പോൾ സ്തോത്രം, വെളിച്ചം കത്തി നിൽക്കണമെങ്കിൽ അടുത്തൊരു ഭാഗം അവിടെ ഉണ്ട്. പുരോഹിതൻ മാത്രം പോരാ, ഹോമയാഗം മാത്രം പോരാ, സ്വമേധയാഗമുള്ള സമാധാന യാഗം മാത്രം പോരാ. പുറപ്പാട് 39-37 വായിച്ചേ. ഈ വെളിച്ചം കത്തി നിൽക്കണമെങ്കിൽ പുരോഹിതൻ മാത്രം പോരെന്ന്. ഇത് സമാധാനയാഗവും ഹോമയാഗവും മാത്രം പോരാ. അവിടെ പറയുക, ഈ വെളിച്ചം കത്തി നിൽക്കണമെങ്കിൽ ഒരു എണ്ണ കൂടെ എന്ത് ചെയ്യണം? വേണം. സ്തോത്രം. എൻ്റെ ചോദ്യം, പുതിയ നിയമപ്രകാരം എണ്ണ എന്ന് പറയുന്നത് പരിശുദ്ധാത്മാവല്ലാതെ മറ്റൊന്നുമല്ല. അങ്ങനാണെങ്കിൽ ഇന്ന് രാത്രി പ്രിയരെ, നമ്മുടെ വീടിനകത്ത് വെളിച്ചം കെട്ടുപോകാതിരിക്കാൻ ഒരു ദൈവദാസൻ എന്ന നിലയിൽ ഹൃദയം തുറന്ന് ഞാൻ പറയാം, നമ്മളിലുള്ള പ്രകാശം അണഞ്ഞു പോകാതിരിക്കാൻ, നമ്മളിലുള്ള കൃപ നഷ്ടപ്പെട്ടു പോകാതിരിക്കാൻ, നമ്മളിലുള്ള ദൈവശക്തി ഇല്ലാതായി പോകാതിരിക്കാൻ, നമ്മളിലുള്ള പ്രാർത്ഥനയുടെ അഭിഷേകം കുറഞ്ഞു പോകാതിരിക്കാൻ, നമ്മളിലുള്ള അന്യഭാഷയുടെ വരം കുറഞ്ഞു പോകാതിരിക്കാൻ, നമ്മളിലുള്ള കണ്ണുനീര് കുറഞ്ഞു പോകാതിരിക്കാൻ, നമ്മളിലുള്ള പ്രവചന ശബ്ദം നിന്നു പോകാതിരിക്കാൻ, നമ്മളിലുള്ള ദൈവിക തേജസ് അന്യപ്പെട്ടു പോകാതിരിക്കാൻ ഇന്ന് രാത്രി ഒരു പുരോഹിതൻ നമ്മുടെ പുറകിൽ വേണം, ഒരു യാഗം നമ്മുടെ പുറകിൽ വേണം. അതിനേക്കാളും അപ്പുറം ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് എന്ന എണ്ണ അതിന്റെ പുറകിൽ വേണോ? എത്ര പേർക്ക് ഇന്ന് രാത്രി മനസ്സുകൊണ്ട് കൊതിക്കാൻ ആഗ്രഹിക്കുന്നുണ്ട്? അപ്പാ, ഈ തലമുറയിൽ ഞങ്ങൾ ആത്മാവിൽ ആഗ്രഹിക്കുക, ഞങ്ങൾ എന്ന് പറയുന്ന വെളിച്ചം ഇന്ന് രാത്രി കത്തി നിൽക്കാൻ ഭാഗത്തിൽ ഞങ്ങളുടെ പുറകിൽ അധ്യയനിക്കുന്ന പുരോഹിതനെ, ഞങ്ങളുടെ പുറകിൽ വെളിപ്പെട്ട് വരുന്ന യാഗവും യാഗപീഠങ്ങളും യാഗത്തിന്റെ അർപ്പണങ്ങളോ, അതിന്റെ പുറകിൽ വാഴുന്ന ദൈവത്തിന്റെ പരിശുദ്ധാത്മാവോ, നന്ദിയോടെ ഞങ്ങൾ ദൈവത്തിന് സ്തോത്രം ചൊല്ലുന്നു. കരവ് ശബ്ദമൊന്ന് ഉയർത്തി കർത്താവിന് ഹല്ലേലൂയ പറഞ്ഞാട്ടെ. അപ്പോൾ ഒരു വെളിച്ചം കത്തി നിൽക്കണമെങ്കിൽ അതിൻ്റെ പുറകിലെ അധ്വാനം ചെറുതല്ലെന്നാണ് ഈ പറഞ്ഞു വന്നതിൻ്റെ സാരാംശം. ഇനി വെളിച്ചം കത്തി നിന്നാൽ പോത്രം പോരാ, ആ കത്തി നിൽക്കുന്ന വെളിച്ചം മറഞ്ഞിരിക്കാൻ പാടില്ല. നമ്മൾ വായിച്ച രണ്ട് ഭാഗങ്ങളാണ്. ഒന്ന്, വെളിച്ചം മറഞ്ഞിരിക്കും, അതാ സത്യ വെളിച്ചമാകുന്ന അല്ലെങ്കിൽ പ്രകാശമാകുന്ന ലോകത്തിൻ്റെ വെളിച്ചമാകുന്ന പ്രാർത്ഥിക്കുന്ന ദൈവകുഞ്ഞ് മറയപ്പെട്ടു പോകാൻ സാധ്യതയുണ്ട്. ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ആത്മീയ സന്ദേശത്തിലേക്ക് ഞാൻ വരികയാണ്. ഞാൻ ആദ്യമായിട്ടാണ് ഈ ഭാഗം പ്രസംഗിക്കുന്നതെങ്കിലും ഉച്ച കഴിഞ്ഞ് കിട്ടിയപ്പോൾ കർത്താവിനോട് പറഞ്ഞ ഒന്ന് രണ്ട് ചിന്തകളാണെങ്കിലും സ്തോത്രം, ഒരു ദൈവ സാന്നിധ്യത്തിലും ഒരു ദൈവകൃപയിലും ഇതൊന്ന് പറഞ്ഞ് നമ്മളൊന്ന് പ്രാർത്ഥിക്കാൻ പോകുകയാണ്. സ്തോത്രം. അപ്പം വെളിച്ചം കത്തി നിൽക്കണമെങ്കിൽ അതിൻ്റെ പിറകിൽ അധ്വാനം ഭയങ്കരമാണ്. ഇനി കത്തി ഇങ്ങനെ നിന്നാലും
സാത്താൻ ഒരുക്കുന്ന അടുത്ത സ്വാധീനം ഈ വെളിച്ചത്തെ മറച്ചു കളയും. അണച്ചു കളയും എന്നല്ല, മറച്ചു കളയും. അതൊരു ഭയങ്കര സ്വാധീനമാണ്. അകത്ത് അഭിഷേകം ഉണ്ടോ? അഭിഷേകമുണ്ട്. കൃപ ഭയങ്കരമാണോ? കൃപ ഭയങ്കരമാണ്. സാന്നിധ്യത്തോടാണോ ചേർന്നിരിക്കുന്നത്? ഭയങ്കരമാണ്. പ്രസംഗിക്കാൻ അവസരം തന്നാൽ പ്രസംഗിക്കാമോ വെച്ചാൽ ഭയങ്കരമായിട്ട് പ്രസംഗിക്കും. സ്തോത്രം സ്തോത്രം. പ്രാർത്ഥിക്കാൻ അവസരം തന്നാൽ പ്രാർത്ഥിക്കാം, ഭയങ്കരമായിട്ട് പ്രാർത്ഥിക്കും. പാട്ട് പാടാൻ സൂപ്പറായിട്ട് പാട്ട് പാടും. ഇൻസ്ട്രുമെന്റ്സ് പ്ലേ ചെയ്യാൻ ഭയങ്കരമായിട്ടും പ്ലേ ചെയ്യും. കത്തി നിൽക്കുവാണോ? കത്തി നിൽക്കുക. പക്ഷെ ഒറ്റ പ്രശ്നം സാത്താൻ ഒരുക്കുന്നുണ്ട്. ഇതിങ്ങനെ മറച്ചു വെച്ചിരിക്കും സാത്താൻ. എന്ന് വെച്ചാൽ നിന്റെ അകത്ത് കൃപയുണ്ടെങ്കിലും അത് വെളിപ്പെടാതെ അതിനെ ഒരു സ്ഥലത്തിനകത്ത് ഇങ്ങനെ ഒതുക്കി വെച്ചിരിക്കുന്ന സ്വാധീനം. ഇന്ന് വൈകിട്ട് ദൈവം എന്നോട് പറയാൻ പറഞ്ഞ വാക്ക് ഇങ്ങനെയാ: മറയപ്പെട്ടു പോയ വെളിച്ചത്തെ കർത്താവ് 7ാമത്തെ രാത്രി പുറത്തു കൊണ്ടുവരുമെന്ന് വിശ്വസിക്കുന്നവർക്കായി സ്തോത്രം. ഇതൊരു സാധാരണ വാക്കല്ല. വിശ്വസിക്കുന്ന കുടുംബങ്ങളെ നോക്കി ഞാൻ അങ്ങനെ തന്നെ പറയാം: മറയപ്പെട്ടു പോയ വെളിച്ചങ്ങൾ ഈ ഉപവാസ പ്രാർത്ഥനയിൽ പുറത്തു വരും. എത്ര പേർക്ക് വിശ്വസിക്കാൻ കഴിയുന്നുണ്ട്? ഇന്ന് രാത്രിയിലാണോ അത് സംഭവിക്കുന്നതെന്ന് എനിക്കറിയാൻ പാടില്ല. പക്ഷെ ഉറപ്പിച്ച് ഞാൻ പറയാം, വിശ്വസിക്കുകയും ആഗ്രഹിക്കുകയും പ്രാർത്ഥിക്കുകയും, അപ്പാ എനിക്കൊന്ന് പുറത്തു വരണം, അപ്പാ എനിക്ക് ആ കൃപയ്ക്കകത്തേക്കൊന്ന് കയറി വരണം, അപ്പാ എൻ്റെ അകത്ത് അഭിഷേകം ഉണ്ടെന്ന് എനിക്ക് നന്നായിട്ട് അറിയാപ്പാ, എൻ്റെ അകത്ത് ദൈവ സാന്നിധ്യം ഉണ്ടെന്ന് എനിക്ക് നന്നായിട്ട് അറിയാപ്പാ, ഞാൻ പ്രാർത്ഥിക്കുന്ന ആളാന്ന് എനിക്ക് നന്നായിട്ട് അറിയാപ്പാ. പക്ഷെ ഞാൻ മറയപ്പെട്ടിരിക്കുകയാ. ഇന്ന് രാത്രി പരിശുദ്ധാത്മാവ് ദൂത് പറയുന്നു: മറഞ്ഞുപോയ നിന്നെ മറച്ചു വെച്ച സ്വാധീനങ്ങൾ നോക്കി നിൽക്കേ. ഈ രാത്രി എൻ്റെ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് പുറത്തു കൊണ്ടുവരുമെന്ന് പറഞ്ഞ ഈ രാത്രി അത് കൃപയുടെ രാത്രിയാന്ന് വിശ്വസിക്കുന്നവർ മാത്രം ശബ്ദമൊന്ന് ഉയർത്തി അന്യഭാഷകളിൽ മാത്രം ചേർന്ന് ശക്തിയോടെ യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ അപ്രയിരിക്കുന്നയാൾ കരമടിക്കുന്നത് കൊണ്ടല്ലെന്നേ നമ്മൾ കരമടിക്കുന്നത്. പകരം ഈ പ്രാർത്ഥനയിൽ എനിക്കൊന്ന് പുറത്തു വരണോ, ഈ പ്രാർത്ഥനയിൽ എനിക്കൊന്ന് പുറത്തു വരണോ, ഈ ഉപവാസത്തിനകത്ത് എനിക്കൊന്ന് പുറത്തു വരണോ. എന്നെ സാത്താൻ മറച്ചതാണ് യേശുവിന്റെ നാമത്തിൽ, എന്നെ സാത്താൻ മറച്ചതാണ് യേശുവിന്റെ നാമത്തിൽ. ഞാനെന്ന് പറയുന്ന കൃപയുടെ വ്യക്തിയെ സാത്താൻ മറച്ചതാണ് യേശുവിന്റെ നാമത്തിൽ. എൻ്റെ കൂടാരത്തിന്റെ നന്മകളെ സാത്താൻ മറച്ചതാണ് യേശുവിന്റെ നാമത്തിൽ. എൻ്റെ അകത്ത് വാഗ്ദത്തങ്ങളെ സാത്താൻ മറച്ചതാണ് യേശുവിന്റെ. വാഗ്ദത്തം അണഞ്ഞു പോയിട്ടുണ്ടോ? വാഗ്ദത്തം അണഞ്ഞു പോയിട്ടില്ല, പക്ഷെ വാഗ്ദത്തത്തെ മറച്ചു കളഞ്ഞു. ഇന്ന് രാത്രി യേശുവിന്റെ നാമത്തിൽ ആത്മാവ് അത് തുറന്നു വിടുമെന്ന് പറഞ്ഞ വിശ്വസിക്കുന്നവര് പറ: ഇതൊരു ഭയങ്കര സാത്താന്യ തന്ത്രമാ പ്രിയപ്പെട്ടവരെ. ഇതൊരു ഭയങ്കര സാത്താന്യ ശക്തിയാണ്. നീ എന്ന് പറയുന്ന വ്യക്തിയെ അണച്ചാൽ മാത്രമേ നിനക്കത് മനസ്സിലാകത്തുള്ളൂ. നീ എന്ന് പറയുന്ന വ്യക്തിയെ ഇല്ലാതാക്കിയാൽ മാത്രമേ നിനക്കത് മനസ്സിലാകത്തുള്ളൂ. പക്ഷെ ഇവിടുത്തെ സാത്താന്യ ശക്തി നിന്നെ അണയ്ക്കുന്നതല്ല, ഇവിടുത്തെ സാത്താന്യ ശക്തി നിന്നെ നശിപ്പിക്കുന്നതല്ല, ഇവിടുത്തെ സാത്താന്യ ശക്തി നിന്നെ ഒതുക്കിക്കളയുന്നതല്ല, ഇവിടുത്തെ സാത്താന്യ ശക്തി നിന്നെ മറച്ചു വെച്ചിരിക്കുന്നതാ. എന്നാൽ ഇന്ന് രാത്രി മറച്ചു വെച്ചതിനെ മലമേൽ ശോഭിക്കേണ്ട പട്ടണത്തെ മറച്ചു വെച്ചിരിക്കുന്ന യേശുവിന്റെ നാമത്തിൽ ചക്കുവരക്കൽ ദേശത്തിനകത്ത് കത്തി ജ്വലിച്ചു നിൽക്കേണ്ട ചില പ്രകാശത്തിന്റെ തീനാളങ്ങളെ മറച്ചു വെച്ചിരിക്കുന്ന സ്വാധീനങ്ങളെ യേശുവിന്റെ നാമത്തിൽ ഇന്ന് രാത്രി ഞങ്ങൾ റിബീക്ക് ചെയ്ത് പ്രാർത്ഥിക്കുന്നു. രക്തത്തിന്റെ ശക്തി ഇന്ന് രാത്രി വാഴാൻ പോകുന്നതിനായി സ്തോത്രം. ഇതിനകത്തിരിക്കുന്ന ഓരോ തലമുറകളെ നോക്കി ഞാൻ പറയാം: പ്രയോജനപ്പെടാൻ തുടങ്ങിയാൽ ഭയങ്കരമായിട്ട് പ്രയോജനപ്പെടും, കത്താൻ തുടങ്ങിയാൽ ഭയങ്കരമായിട്ട് കത്തും. പക്ഷെ പ്രശ്നം എന്നാണെന്നറിയാമോ? കത്തുന്നുണ്ട്, മറഞ്ഞിരുന്ന് കത്തുക പോരാ. നീ മറഞ്ഞിരുന്ന് കത്തിയാ പോരാ. കർത്താവ് നിന്നോട് പറയാ: വ്യക്തിക്കല്ല, കുടുംബത്തിനല്ല, കേവലം ഒരു ദേശത്തിനല്ല, നീ ലോകത്തിനകത്ത് കത്തി ജ്വലിച്ചു നിൽക്കാൻ ഭാഗത്തിൽ യേശുവിന്റെ നാമത്തിൽ ഇന്ന് രാത്രി വിശ്വസിക്കുന്നവര് പറ: എന്റെ തലമുറ കേവലം ഒരു സ്ഥലത്തിനകത്ത് മറഞ്ഞു പോകത്തില്ലെന്ന് രക്തത്തിന്റെ ശക്തി വാഴുമോ. രക്തത്തിന്റെ ശക്തി അത് വാഴുന്നതിനായി സ്തോത്രം ചൊല്ലുന്നു യേശുവിന്റെ നാമത്തിൽ. കണ്ടോ, മറച്ചു വെക്കുന്ന സ്വാധീനം ഭയങ്കരമായിട്ടോ. ഈ മറച്ചു വെക്കുന്ന സ്വാധീനത്തിന്റെ നടുവിലാണ് കർത്താവ് നമ്മളെ കത്തിപ്പിച്ചു നിർത്താൻ പോകുന്നത്. ചേർന്നൊരു ഹല്ലേലൂയ പറഞ്ഞാട്ടെ. അങ്ങനെയാണെങ്കിൽ അവിടെ നിർത്തിക്കൊണ്ട് വേദപുസ്തകത്തിനകത്ത് മറഞ്ഞുപോയ 3-4 കാര്യങ്ങളെ ഞാനൊന്ന് പറയാം. ഒന്ന്, പ്രാർത്ഥിക്കുന്ന ദൈവകുഞ്ഞ്, ഉപവസിക്കുന്ന ദൈവകുഞ്ഞ്, കൃപയുള്ള ദൈവകുഞ്ഞ്. അല്ല, നമ്മുടെ പ്രസംഗത്തിന്റെ ആധാരത്തിൽ ഞാൻ പറയാം, വെളിച്ചം പ്രകാശിക്കേണ്ട ലോകത്തിന്റെ വെളിച്ചമാകുന്ന ദൈവകുഞ്ഞിനെ മറച്ചു വെച്ച സാത്താന്യ ശക്തി. ഇനി അവിടെ മാത്രമല്ല, ആ ഭാഗത്തിലേക്ക് നമ്മൾ അവസാനം വരും. അവിടെ നിർത്തിക്കൊണ്ട് മറയപ്പെട്ടു പോയ വേദപുസ്തകത്തിൽ മറഞ്ഞിരിക്കുന്ന 3-4 സ്വാധീനങ്ങളെ പറഞ്ഞ് നമ്മൾ പ്രാർത്ഥിക്കാൻ പോവുക. വേദപുസ്തകത്തിൽ ഒന്നാമത് മറഞ്ഞിരിക്കുന്ന മേഖല ഏതാണ്? വേദപുസ്തകത്തിൽ ഒന്നാമത് മറഞ്ഞിരിക്കുന്ന മേഖല ലേവ്യ പുസ്തകം 4-ാമത്തെ അധ്യായം അതിന്റെ 13-ാമത്തെ വാക്യം. എല്ലാവരും എടുക്കണേ, ഈ വാക്യം എടുക്കണേ, ഗൗരവമുള്ളൊരു വാക്യ. ലേവ്യ പുസ്തകം 4-ാം അധ്യായം അതിന്റെ 13-ാമത്തെ വാക്യം. വേദപുസ്തകത്തിൽ മറഞ്ഞിരിക്കുന്നു എന്ന് വേദപുസ്തകം പറയുന്ന ആത്മീയ വിഷയത്തിലെ ഒന്നാമത്തെ ഭാഗം, ലേവ്യ പുസ്തകം 4-ാം അധ്യായം അതിന്റെ 13-ാമത്തെ വാക്യം.
ചെയ്ത പാപം മറഞ്ഞു പോവും. റൈറ്റ്. പാപം എന്ന് പറയുന്ന ഒന്നാമത്തെ സംഗതിയാണ് വേദപുസ്തകത്തിൽ മറയപ്പെടുന്നു എന്ന് വേദപുസ്തകം പറയുന്ന ഒന്നാമത്തെ സംഗതി പാപമാണ്. പാപം മറഞ്ഞിരിക്കുമോ? പാപം മറഞ്ഞിരിക്കും. മറഞ്ഞിരിക്കുന്ന പാപം എപ്പോഴും വെളിപ്പെട്ട് വരത്തില്ല. അത് വെളിപ്പെട്ട് വരുന്നതിനൊരു സമയമുണ്ട്. പക്ഷേ ഇന്ന് രാത്രിയിൽ കൃപയുള്ള ദൈവത്തിൻ്റെ മക്കൾ പറയണം, സാത്താന് ശക്തി എൻ്റെ അകത്തിട്ടിരിക്കുന്ന ചില പാപത്തിൻ്റെ സീഡുകൾ മറയപ്പെട്ടതാണ്. പ്രത്യക്ഷത്തിൽ അത് വെളിപ്പെട്ട് വരത്തില്ല. എസ്പെഷ്യലി ആരാധനാലയത്തിനകത്തൊന്നും അതിങ്ങനെ വെളിപ്പെട്ട് വരത്തില്ല. അവിടുത്തെ വാക്ക് നിങ്ങൾ ശ്രദ്ധിച്ചോ, ഇസ്രായേൽ സഭ മുഴുവനും അബദ്ധവശാൽ പിഴയ്ക്കുകയും ആ കാര്യം സഭയുടെ കണ്ണിന് പിഴച്ചതാരാ? മകളെ ആ വാക്ക് നോക്കി പറഞ്ഞേ, പിഴച്ചതാരാ? ഇസ്രായേലിൻ്റെ സഭ മുഴുവനും എന്ത് ചെയ്തു? പിഴച്ചുപോയി. ഇനി അത് മറഞ്ഞിരുന്നത് ആർക്കാ? അയ്യോ, സഭ തന്നെ പാപം ചെയ്യുകയും ചെയ്തു, സഭയ്ക്ക് തന്നെ അത് മറയപ്പെട്ടു പോവുകയും ചെയ്തു. സ്തോത്രം. എന്ന് വെച്ചാൽ അവർ ചെയ്ത പാപത്തെ അവർക്ക് പോലും മനസ്സിലാക്കാൻ കഴിയാതെ ആ പാപം അവരുടെ അകത്ത് സാത്താൻ മറച്ചു വെച്ചു. സ്തോത്രം. ചെയ്ത തെറ്റുപോലും മനസ്സിലാവുള്ള, ചെയ്ത അകൃത്യം പോലും മനസ്സിലാവുള്ള പാപം മറഞ്ഞിരിക്കുന്നു. ഇന്ന് രാത്രി ഇതിനകത്തിരിക്കുന്ന നമ്മളെ ഓരോരുത്തരെ നോക്കി സ്വർഗത്തിലെ ദൈവം പറയുന്നു, നമ്മുടെ അകത്തൊരു പാപം മറഞ്ഞിരിക്കുക. ഒരു പാപത്തിൻ്റെ സീഡ് നമ്മുടെ അകത്ത് മറഞ്ഞിരിക്കുക. അത് കോപത്തിൻ്റെ, ക്രോധത്തിൻ്റെ, ജാരശങ്കയുടെ, പകയുടെ, പിണക്കത്തിൻ്റെ, ആത്മാവിൻ്റെ ഒക്കെ ഒരു സീഡ് നമ്മുടെ അകത്ത് മറഞ്ഞ്, സെക്ഷൽ ഇമ്മോറാലിറ്റിയുടെ ഒരു സീഡ് നമ്മുടെ അകത്ത് മറഞ്ഞിരിക്കുക. മറയപ്പെട്ട് കിടക്കുന്ന സ്വാധീനം, വൈരാഗ്യ ബുദ്ധിയുടെ, സ്തോത്രം, ഒക്കെ ഒരു സ്വാധീനം, നമ്മൾ അനുസരണക്കേടിൻ്റെ, ആത്മാവിൻ്റെ സ്വാധീനം, ആ സീഡ് ഇങ്ങനെ മറഞ്ഞിരിക്കുക. മറയപ്പെട്ട് കിടക്കുന്ന സ്വാധീനം നമുക്ക് പോലും മനസ്സിലാകുന്നില്ലെന്നുള്ളതാണ് യാഥാർത്ഥ്യം. സ്തോത്രം. ഇന്ന് രാത്രി ഇതിനകത്തിരുന്ന് പ്രാർത്ഥിക്കാമെങ്കിൽ ഉച്ചയ്ക്ക് ദൈവം എന്നോട് സംസാരിച്ചൊരു കൊച്ചു വാക്ക് ഞാൻ നിങ്ങളോട് പറയാം. ആ പാപത്തെ കർത്താവ് കടലിൻ്റെ അടിത്തട്ടിനകത്ത് ഇട്ട് കളഞ്ഞ് ആ വിഷയം, ആ സീഡിന് നിന്നിൽ ഭരിക്കാതെ വണ്ണം. എൻ്റെ ചോദ്യം എന്തിനാച്ചാ ആഹാരം ഉണ്ടായിട്ടും വേണ്ടെന്ന് വെച്ച് ഇതിനകത്ത് ഇരിക്കുന്നത്? സ്തോത്രം. 10 പാസ്റ്റർമാരെ വിളിച്ച് 4 ദൂത് കേൾക്കാനാണോ? അല്ലെന്നേ. 10 കൈയടിക്കാനാണോ? ഒരിക്കലും അല്ല. സമയം ഇഷ്ടം പോലുണ്ട് പാസ്റ്ററെ. എന്നാൽ പിന്നെ വീട്ടിൽ ഇരുന്ന ബോറല്ലേ, വന്ന ആലയത്തിൽ ഇരിക്കുക, അങ്ങനെ ഇരിക്കുകയാണോ? അല്ലല്ലോ. സമയം കണ്ടെത്തി നമ്മൾ കർത്തൃപാദപീഠത്തിൽ ഇരിക്കുന്ന 2 കൈയടിച്ച് ജീവിതം തീർക്കുക മാത്രമല്ല, നമ്മൾ പോലും അറിയാതെ നമ്മുടെ അകത്തും മറഞ്ഞു കിടക്കുന്ന ചില പാപം മറയപ്പെട്ടതാണെന്ന് വേദപുസ്തകം പറയുമ്പോൾ ഇന്ന് രാത്രി സ്വർഗത്തിലെ ദൈവത്തോട് കരഞ്ഞു പറപ്പാ, ഞാൻ പോലും അറിയാതെ എന്നിലുള്ള ചില അകൃത്യങ്ങളുടെ സീഡുകൾ, മറയപ്പെട്ടു പോയ ശക്തി, സാത്താനിൽ മറച്ചു വെച്ചിരിക്കുന്ന പാപത്തിന്റെ ശക്തി ഇന്ന് രാത്രി യേശു തന്റെ രക്തത്താൽ കഴുകുമെന്ന് വിശ്വസിക്കുന്നവർക്കായിട്ട് നന്ദിയോടെ ഞാൻ ദൈവത്തിന് സ്തോത്രം ചൊല്ലുന്നു. അപ്പൊ പാപം മറയപ്പെട്ടിരിക്കുന്ന ഒരു സംഗതിയാണ്. ഇവിടെ ഒരു പ്രത്യേകതയുണ്ട്. ഈ സംഭവം തെളിയിക്കണമെങ്കിൽ പഴയ നിയമത്തിന്റെ ഒരു ചരിത്രത്തിലേക്ക് വരണം. നിങ്ങൾ ഈ ഭാഗം ഒന്ന് ശ്രദ്ധിച്ചു കേൾക്കണം. ഒരു പ്രവാചകൻ കൊട്ടാരത്തിനകത്തേക്ക് വരിക. പലപ്പോഴും നമ്മുടെ ചർച്ചിൽ പ്രസംഗിച്ച ഭാഗമാ റിപ്പീറ്റ് ചെയ്യുന്നു. കൊട്ടാരത്തിനകത്തേക്ക് ഒരു പ്രവാചകൻ വരിക. പ്രവാചകൻ കൊട്ടാരത്തിനകത്തേക്ക് വന്നിട്ട് ഒരു കൊച്ചു കഥ പറയുക. സത്യത്തിൽ വന്നത് ദൂത് പറയാനാ, പക്ഷെ ഇപ്പൊ കഥയാ പറയുന്നത്. ഇവിടെ ഒരു പ്രത്യേകതയുണ്ട്. എന്നറിയാമോ? ദൈവം ഒരു മനുഷ്യന് ഒരു ദൂത് കൊടുത്താൽ ആ ദൂത് എങ്ങനെ എക്സ്പ്ലെയിൻ ചെയ്യണം, എങ്ങനെ പ്രകടിപ്പിക്കണം എന്നുള്ളത് അവന്റെ അധികാരമാണ്. ഒരു സ്വത്രം പറഞ്ഞേ, മനസ്സിലായില്ല? ഞാനിപ്പോൾ ഫെബിനോട് പരിശുദ്ധാത്മാവ് ഒരു ദൂത് പറയാൻ എന്നെ ഏൽപ്പിച്ചെങ്കിൽ ദൈവം പറഞ്ഞ ആ ദൂതിൻ്റെ കണ്ടന്റ് എൻ്റെ അകത്ത് കിടപ്പുണ്ട്. ഇതൊരു പ്രധാനപ്പെട്ട വാക്കാണ്. ദൈവം പറഞ്ഞ ദൂതിൻ്റെ കണ്ടന്റ്, അതിൻ്റെ ഡെപ്ത് എൻ്റെ അകത്ത് കിടപ്പുണ്ട്. പക്ഷേ അത് എങ്ങനെ ഫെബിനോട് പറയണമെന്നുള്ളത് എൻ്റെ അധികാരവും എൻ്റെ ഇഷ്ടമാണ്. അത് വേദപുസ്തകം എനിക്ക് സ്വാതന്ത്ര്യം തരുന്നതുമുണ്ട്. അതൊരു പക്ഷേ ഞാൻ ദേഷ്യപ്പെട്ട് പറയും, ഞാൻ ശാന്തമായിട്ട് പറയും. അത് എൻ്റെ ക്യാരക്ടറുമായി ചോർന്ന് കിടക്കുന്ന മേഖലയാണ്. മനസ്സിലാക്കുന്നുണ്ടോ? യെശയ്യാവ് സംസാരിക്കുന്നത് പോലല്ല ഇരമ്യാവ് സംസാരിക്കുന്നത്. എല്ലാ പ്രവചനവും ദൈവത്തിൻ്റെതാണ്. പക്ഷേ യെശയ്യാവിൻ്റെ ടോണ് വെട്ടൊന്ന് മുറി രണ്ടെന്നുള്ളതാണ്. ആ ടോണ് നമുക്ക് ഇഷ്ടമല്ല. ഒരു സ്വത്രം പറഞ്ഞേ, അല്ല. കാള തൻ്റെ ഉടയവനെയും കഴുത തൻ്റെ യജമാനെയും അറിയുന്നു, എൻ്റെ ജനമോ എന്നെ അറിയുന്നില്ല. സ്തോത്രം. ഇനി യോഹന്നാൻ്റെ ടോൺ എങ്ങനെയാണെന്നറിയാമോ? സ്നാനപ്പെടാൻ വന്നിരിക്കുന്ന അച്ചായന്മാരെ നോക്കി യോഹന്നാൻ പറഞ്ഞത്, സർപ്പസന്തതികളെ വരുവാനുള്ള, നമുക്ക് ആ ടോൺ ഇഷ്ടമല്ല. പക്ഷേ ഇരമ്യാവിൻ്റെ ടോണ് നമുക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഇരമ്യാവ് എങ്ങനെയാണെന്നറിയാമോ? കണ്ണുനീരോടാണ് പ്രവചിക്കുന്നത്. ആച്ചാൻ എന്ത് പ്രവചിച്ചാലും കറിയും, എൻ്റെ ഫെബിനെ നിൻ്റെ അകത്തൊരു പാപമുണ്ട്, നീ അതിനകത്ത് പെട്ടുപോകാതെ, കരഞ്ഞുകൊണ്ടാണ് പുള്ളി പറ. അത് പുള്ളിയുടെ ടോണാണ്. സ്തോത്രം. അത് എങ്ങനെ പ്രകടമാക്കണമെന്നുള്ളത് ആ മനുഷ്യൻ്റെ സ്വാതന്ത്ര്യമാണ്. സ്തോത്രം. അപ്പോൾ ഈ പ്രവാചകന് ദൈവം ഒരു ദൂത് കൊടുത്തു. ദൂത് കൊടുത്തപ്പോൾ ഈ പ്രവാചകൻ ദാവീദിനോട് അത് പറയാൻ വരുന്ന ദാവീദിനോട് പ്രവാചകൻ വരുമ്പോൾ തൻ്റെ ഇഷ്ടപ്രകാരം ആ ദൂത് താൻ അതിൻ്റെ സ്റ്റൈലിൽ കൊണ്ടുവരിക. അതൊരു കഥ രൂപത്തിലാണ് അവതരിപ്പിക്കുന്നത്.
അച്ഛാ ഞാനൊരു കുഞ്ഞു കഥ, ഇത് കഥയാ കേട്ടോ, കഥയാ, എല്ലാവരും ശ്രദ്ധിക്കണേ, കഥ കേൾക്കണേ. സ്തോത്രം. ഒരു നാട്, ആ നാട്ടിനകത്ത് 2 പേർ, ഒരുവൻ ധനികൻ മറ്റൊരുവൻ ദരിദ്രൻ. ഈ ധനികന് ആടുമാടുകളുടെ കൂട്ടം ഭയങ്കരമാണ്, പക്ഷെ ദരിദ്രനോ ഒറ്റ പെണ്ണാടേ ഉള്ളൂ. അങ്ങനെ വന്നപ്പോൾ ധനവാന്റെ വീട്ടിനകത്ത് ഒരു കൊച്ചു ഗസ്റ്റ് വന്നു. ആ ഗസ്റ്റ് വന്നപ്പോൾ ധനവാനുണ്ടല്ലോ തൻ്റെ വീട്ടിനകത്ത് ഒരു ആട്ടിൻകൂട്ടത്തെ പോലും എടുക്കാതെ ദരിദ്രൻ്റെ വീട്ടിൽ വന്നു. ആ ഒറ്റ പെണ്ണാടല്ലേ ഉള്ളൂ, അതിനെ വലിച്ചഴിച്ച് കൊണ്ടുവന്നു പാകം ചെയ്തു കൊടുത്തു. ഈ കഥ അങ്ങോട്ട് പറഞ്ഞപ്പോഴത്തേക്ക് ദാവീദിന്റെ ചങ്ക അങ്ങോട്ട് കീറാൻ തുടങ്ങി. അച്ഛൻ കസേരയെന്ന് ചാടി എഴുന്നിട്ട് പറഞ്ഞു, ആരടാ അവിടെ, ആരടാ പാപി, ആ പാപി ആരടാ എന്നങ്ങോട്ട് ചോദിച്ചപ്പോൾ കഥ നിന്നു. കഥ നിന്നിട്ട് പ്രവാചകൻ വിരൽ ചൂണ്ടി പറയുക, ആ പാപി നീ തന്നെയാണ്. സ്തോത്രം. കണ്ടോ? അപ്പൊ ഈ പാപം ദാവീദ് ചെയ്തിട്ട് സമയങ്ങളേറെയാകുന്നു, പക്ഷെ മറഞ്ഞു കിടന്നത് ആ പാപം മറയപ്പെട്ടു കിടക്കുന്ന പാപം. അപ്പൊ ദാവീദ് പോലും മനസ്സിലാക്കുന്നില്ല പാപത്തിന്റെ ഡെപ്ത്. ആ പാപം മറഞ്ഞു കിടന്നത് വെളിപ്പെട്ടു വന്നപ്പോൾ ദാവീദ് മാനസാന്തരപ്പെടാൻ തുടങ്ങി. ഇന്ന് രാത്രി സ്വർഗത്തിലെ ദൈവം ഒരു ദൂത് ഇറങ്ങി പറയുന്നു, എല്ലാം ഓക്കെയാ പാസ്റ്റർ, എല്ലാം റെഡിയാ എന്ന് പറഞ്ഞ് നടക്കുമ്പോഴും നാം പോലും അറിയാതെ നമ്മുടെ അകത്ത് മറയപ്പെട്ട് കിടക്കുന്ന ഒരു സീഡുണ്ട്. അത് ഇന്ന് രാത്രി വെളിപ്പെട്ട് വരാൻ വേണ്ടി പ്രാർത്ഥിക്കണം. ചേർന്നൊരു ഹല്ലേലൂയ പറഞ്ഞേ. ഭാഗ്യവശാലോ നിർഭാഗ്യവശാലോ നമുക്കെല്ലാം വെളിപ്പെടണമെന്ന് ആഗ്രഹിക്കുന്നത് അസാധാരണമായ വാഗ്ദത്തങ്ങളെ കുറിച്ചുള്ള ദൂതാണ്. സ്തോത്രം. പാസ്റ്ററെ, അടുത്ത മാസം എങ്ങനെയാണ്, അടുത്ത വർഷം എങ്ങനെയാണ്, അടുത്ത നാളുകൾ ഏതാണ്? ഇന്ന് രാത്രി ഞാൻ ചോദിക്കട്ടെ, ഒരാളെങ്കിലും ഇതിനകത്തുണ്ടോ എന്ന് എനിക്കറിയത്തില്ല, ആരെങ്കിലും ഒരാളെങ്കിലും ഒരു പ്രവാചകന്റെ അടുക്ക് ചെന്ന്, പാസ്റ്ററെ മറയപ്പെട്ടു പോയ പാപം എൻ്റെ അകത്തുണ്ടെങ്കിൽ അതൊന്ന് പ്രാർത്ഥിച്ചു പറയാവോ എന്ന് പറഞ്ഞ ആരെങ്കിലും ഉണ്ടെങ്കിൽ ആ കരമൊന്ന് ഉയർത്തി കാണിച്ചേ. സ്വോത്രമൊക്കെ ടാക്സി വിളിച്ച് വീട്ടിൽ പോയി ഒരു സ്വോത്രം പറഞ്ഞാട്ടെ. അതന്നെ, അത് മറയപ്പെട്ട് നമുക്ക് വാഗ്ദത്തങ്ങൾ വെളിപ്പെട്ട് വരണം. ആ അടുത്ത മാസങ്ങളിൽ എങ്ങനെ, അടുത്ത നാളുകളിൽ എങ്ങനെയാണ്, അടുത്ത കാലങ്ങളെക്കുറിച്ചുള്ള ദൂത് എങ്ങനെ. പക്ഷേ ഇവിടെ വേദപുസ്തകം എടുത്തു പറയുകയാണ്, പാപം മറഞ്ഞു കിടക്കുന്നൊരു സംഗതിയാണ്. അത് വെളിപ്പെട്ട് വരണമെങ്കിൽ ഒരു പ്രവാചകന്റെ ആവശ്യം നമുക്കുണ്ടെന്ന് വിശ്വസിക്കുന്നവർക്കായി നന്ദിയോടെ ദൈവത്തിന് സ്തോത്രം പറയുക. ആമേൻ. അപ്പം മറയപ്പെട്ട് കിടക്കുന്ന പാപം ഉണ്ട് എന്ന് ഈ വാക്യം പറയുക. അവിടെ കൊണ്ട് അവസാനിക്കുന്നില്ല. ഈ പുതിയ നിയമത്തിനകത്ത് നാട്ടുകാരെല്ലാം കൂടെ ഒരു സ്ത്രീയെ പിടിച്ചു യേശുവിൻ്റെ അടുക്ക കൊണ്ടുവന്നു. എന്നിട്ട് യേശുവിൻ്റെ അടുക്ക പറഞ്ഞു, കർത്താവേ IPC 343 പ്രകാരം ഇവളെ കല്ലെറിഞ്ഞു കൊല്ലണം. യേശു പറഞ്ഞു, IPC ഷാരോൺ ഇൻഡിപെൻഡൻ്റ് ഒക്കെ അവിടെ നിൽക്കട്ട, പാപമില്ലാത്തവൻ കല്ലെറിയാവോ. അപ്പോൾ ഇവിടെ 2 പാപങ്ങൾ നിങ്ങൾക്ക് കാണാൻ കഴിയും. ഒന്ന്, പാപം ചെയ്തൊരു സ്ത്രീ അവിടെയുണ്ട്, അവളുടെ പാപം വെളിപ്പെട്ട് നിൽക്കുന്ന പാപമാണ്. എല്ലാവരും കൂടെ പറഞ്ഞേ, വെളിപ്പെട്ട് നിൽക്കുന്ന പാപം. ഉറക്കെ പറഞ്ഞേ, വെളിപ്പെട്ട് നിൽക്കുന്ന പാപം. നാട്ടുകാരുടെ മുമ്പിൽ അവൾ പ്രദർശിപ്പിക്കപ്പെട്ടു. അവളുടെ പാപം വെളിപ്പെട്ട് നിൽക്കുന്ന പാപം, പ്രദർശിപ്പിക്കപ്പെട്ട പാപം. പക്ഷെ ആ കൂട്ടത്തിലൊരു കമ്മ്യൂണിറ്റി ഉണ്ട്, അവർ കല്ല് കയ്യിൽ വെച്ചിരിക്കുന്നവരാണ്. അവരുടെ പാപം മറയപ്പെട്ട് കിടക്കുന്ന പാപം. ഒന്ന് പറഞ്ഞേ. അപ്പോൾ ഒരു കമ്മ്യൂണിറ്റി, 2 ഗ്രൂപ്പ്, ഒരു സ്ത്രീ, കുറച്ച് ആൾക്കാർ കല്ലെറിയാൻ, അതിനകത്ത് സ്ത്രീയുടെ പാപം വെളിപ്പെട്ട് നിൽക്കുന്ന പാപവും കല്ലെറിയാൻ വന്നവൻ്റെ പാപം മറയപ്പെട്ട് കിടക്കുന്ന പാപവും. യേശു പറഞ്ഞു, നിങ്ങളെല്ലാം കൂടെ ഇവളെ കല്ലെറിയാൻ വന്നതല്ലേ, അപ്പം നിങ്ങൾ ആൾ ഓക്കെ ആണെന്നല്ലേ ചിന്തിക്കുന്നേ. എന്നാൽ നിങ്ങളുടെ അകത്ത് മറഞ്ഞിരിക്കുന്ന പാപത്തെ നോക്കി ഞാനൊരു ദൂത് അങ്ങോട്ട് പറയട്ടെ. അവർ ചോദിച്ചു, എന്നാ പാപമില്ലാത്തവൻ കല്ലെറിയെന്ന്, പാപമില്ലാത്തവൻ കല്ലെറിയെന്ന്. അപ്പം നാട്ടുകാരുടെ അകത്ത് മറഞ്ഞു കിടന്ന പാപത്തിൻ്റെ സീഡ് അധികാരത്തിൻ്റെ മനുഷ്യൻ പറഞ്ഞപ്പോൾ പുറത്തു വന്നു. സ്തോത്രം. അവർ വിവേചിക്കാൻ തുടങ്ങി. കഴിഞ്ഞ ആഴ്ച അകൃത്യം ചെയ്തായിരുന്നല്ലോ, കഴിഞ്ഞ മാസം തെറ്റ് ചെയ്തായിരുന്നല്ലോ, ഇന്നലെയും കൂടെ ഒരു അബദ്ധം ചെയ്തായിരുന്നല്ലോ, കല്ല് താഴെ ഇട്ടു. അപ്പം മറഞ്ഞു കിടക്കുന്ന പാപത്തെ യേശു വന്നാൽ വെളിപ്പെടുത്തും. ഒരു സ്തോത്രം പറഞ്ഞാൽ. വേദപുസ്തകത്തിൽ മറഞ്ഞിരിക്കുന്ന ഒന്നാമത്തെ സംഗതി, വെളിച്ചമാകുന്ന ദൈവത്തിൻ്റെ കുഞ്ഞ് മറയപ്പെട്ടു പോകും. 2, പാപം മറഞ്ഞിരിക്കും. എന്നാൽ മറഞ്ഞിരിക്കുന്ന മൂന്നാമത്തെ സംഗതിയാണ് ഈ പ്രസംഗത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഭാഗം എന്ന് പറയുന്നത്. മറയപ്പെട്ടിരിക്കുന്ന മൂന്നാമത്തെ സംഗതി വായിച്ചേ. ലൂക്കോസിന് സുവിശേഷം 9-ാം അധ്യായം അതിൻ്റെ 37-ാമത്തെ വാക്യം. ലൂക്കോസിന് സുവിശേഷം 9-ാമത്തെ അധ്യായം അതിൻ്റെ 37-ാമത്തെ വാക്യം. മറയപ്പെട്ടിരിക്കുന്ന മൂന്നാമത്തെ സംഗതി, ലൂക്കോസിന് സുവിശേഷം 9-ാം അധ്യായം 37-ാമത്തെ വാക്യം. എല്ലാവരും ശ്രദ്ധിച്ചു വായിക്കണം. യേശു അവളോട്, ലൂക്കോസ് 9:37 ആണോ? മലമുകളിൽ നിന്ന് താഴെ ഇറങ്ങി വരുന്ന ആ ഭാഗമാണ്, വളരെ പരിചിതമാണ്. നിർത്തി വായിച്ചോ. പിറ്റേന്നാൾ ഒരപ്പൻ, ആ അപ്പൻ ഒരു മകൻ, ആ അപ്പൻ യേശുവിന്റെ അടുക്ക വന്നിട്ട് പറയാ, എനിക്കൊരു മകനുണ്ട്, അവനെ നീ ഒന്ന് കടാക്ഷിക്കണം. അടുത്ത വാക്യം. ഒറ്റ സന്തതിയുള്ളൂ, ഒരു മകനേ ഉള്ളൂ. ഇതൊരു പ്രശ്നമാണ്. ഒരാത്മാവ് അവനെ പിടിച്ചിട്ട്
ഇവിടെ നിങ്ങൾ ശ്രദ്ധിച്ചോ, അറിയാവുന്ന ഭാഗമാണെങ്കിൽ ഒന്ന് രണ്ട് പദങ്ങൾ അത് ശ്രദ്ധിക്കാതെ പോയ ഒന്ന് രണ്ട് വാക്കുകൾ ഞാൻ എടുത്തു പറയാം. എല്ലാവരും നോക്കിക്കേ. ഒരാത്മാവ് അവനെ പിടിച്ചിട്ട്, ഒരാത്മാവ് അവനെ പിടിച്ചിട്ട്. അപ്പോ ഈ മകനെ ഒരു ആത്മാവ് എന്ത് ചെയ്യും? പിടിക്കും. സ്തോത്രം. എപ്പോഴും പിടിക്കുവോ? ഇല്ല. പക്ഷെ പിടിക്കുമ്പോൾ ഒരു പ്രശ്നം വരും. പിടിക്കുമ്പോൾ ഇവൻ നിലവിളിക്കും, ഇവന്റെ വായിൽ നിന്ന് നൊരയും പതയും വരും. എപ്പോഴും പിടിക്കത്തില്ല. സ്തോത്രം. എപ്പോഴും പിടിക്കത്തില്ല. ഇത് പിടിക്കുന്നൊരു സമയം എന്ന് വെച്ചാൽ ഈ ആത്മാവുണ്ടല്ലോ, ആ പദം കേട്ടോ, ഇതിങ്ങനെ മറഞ്ഞിരിക്കുന്ന ഒരാത്മാവാ. ഇതെപ്പോഴും വെളിപ്പെട്ട് വരുവില്ല. വെളിപ്പെട്ട് വന്നാ പ്രശ്നമാ. വെളിപ്പെട്ട് വന്നാ ഇവനെ തള്ളിയിടും, തീക്കകത്തിടും, വെള്ളത്തിയിടും, നശിപ്പിച്ചു കളയും. മറഞ്ഞിരിക്കുന്ന ആത്മാവ്. സ്തോത്രം. ഇനി ഈ ആത്മാവിന്റെ അടുത്ത പ്രശ്നം എന്നാണെന്ന് മർക്കോസിന് സുവിശേഷം 9:17 ഉണ്ട്. ഈ മകന്റെ ആത്മാവിന്റെ മറ്റേ പ്രശ്നം മർക്കോസിന് സുവിശേഷം 9:17 വാക്യം. മർക്കോസ് 9:17. അതിന് പുരുഷാരത്തിൽ ഒരുത്തൻ ഗുരോ ഊമനായ. അപ്പോ സത്യത്തിൽ ഈ മകന് വേറൊരു പ്രശ്നം കൂടെ ഉണ്ട്. അവന് മിണ്ടാൻ എന്ത് ചെയ്യത്തില്ല. അവൻ ഊമനാണ്. നിങ്ങൾ വാക്ക് കിട്ടിയില്ലേ? അവൻ ഊമനാണ്. പക്ഷെ ഈ ആത്മാവ് വരുമ്പോ അവൻ നിലവിളിക്കാൻ തുടങ്ങും. അതൊരു ഭയങ്കര പ്രശ്നമാണ് കേട്ടോ. സ്തോത്രം. അവൻ മിണ്ടുവോ? ഇല്ല. ജനിച്ചപ്പോൾ മുതൽ അവൻ ഈ പ്രശ്നം ഉണ്ടെന്നാണ് ബൈബിൾ. ഓക്കെ, അവന് സംസാരിക്കത്തില്ല, അവൻ ഊമനാണ്. പക്ഷെ ഈ ആത്മാവ് വന്ന അവൻ നിലവിളിക്കാൻ. ഒരപ്പൻ, ആ അപ്പന് ഏകജാതനായ ഒരു മകൻ, അവൻ്റെ വായിൽ നിന്നും എന്നെങ്കിലും ഒരു ശബ്ദം കേൾക്കണമെന്ന് ആഗ്രഹിച്ച് നടക്കുന്ന ഒരു അപ്പൻ. എന്നെങ്കിലും എൻ്റെ കുഞ്ഞ് സംസാരിച്ചാൽ അപ്പാ എന്നൊന്ന് വിളിക്കണം. ആമേൻ. സ്തോത്രം. എന്നെ നോക്കി ഡാഡി എന്നൊന്ന് വിളിക്കണം. ഇത് മാത്രം കൊതിച്ച് നടക്കുന്ന ഒരു അപ്പൻ. പക്ഷെ പ്രശ്നം ഇവൻ മിണ്ടിത്തുടങ്ങുന്ന എപ്പോഴാന്ന് ചോദിച്ചാൽ ഇവൻ്റെ അകത്തൊരു ഡെവിൾ സ്പിരിറ്റ് വരുമ്പോഴാണ്. വന്നു കഴിഞ്ഞാൽ ഇവൻ അപ്പാ എന്നല്ല വിളിക്കുന്ന, നിലവിളിയുടെ ശബ്ദം എന്ത് ചെയ്യും? ഉയർത്തും. സ്തോത്രം. ഇനി മറ്റൊരു പ്രശ്നം, ഈ ആത്മാവ് എപ്പോഴാണ് വരുന്നതെന്ന് ചോദിച്ചാൽ ലൂക്കോസിന് സുവിശേഷം മർക്കോസിന് സുവിശേഷം തന്നെ 9:17 അടുത്ത ഭാഗം വായിക്കുമ്പോൾ സ്തോത്രം, ഊമനായ ആത്മാവുള്ള എൻ്റെ മകനെ ഞാൻ നിന്റെ അടുക്കൽ കൊണ്ടുവരുന്നു. അത് എപ്പോൾ പിടിക്കുമെന്ന് ചോദിച്ചാൽ അത് അവനെ എവിടെ വെച്ച് പിടിച്ചാലും. അങ്ങനെ ഇന്ന സ്ഥലമൊന്നും ഇല്ല. സ്തോത്രം. ചിലപ്പോൾ കല്യാണ വീട്ടിൽ വെച്ചായിരിക്കും, ഒരു സ്തോത്രം പറഞ്ഞേ. ചിലപ്പോൾ സ്കൂളിൽ വെച്ചായിരിക്കും, ഒരു സ്തോത്രം പറഞ്ഞേ. ചിലപ്പോൾ ജോലി സ്ഥലത്ത് വെച്ചായിരിക്കും, ഒരു സ്തോത്രം പറഞ്ഞേ. ചിലപ്പോൾ ഇതൊന്നുമല്ല, വീട്ടിൽ രണ്ടുപേര് സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോഴായിരിക്കും ആ സ്പിരിറ്റ് കയറി വരുന്നത്, ഒരു സ്തോത്രം പറഞ്ഞേ. അങ്ങനെയൊക്കെ ഉണ്ടോ? ഉണ്ടെന്നോ ഇല്ലെന്നോ? സ്തോത്രം. ചിലപ്പോൾ ഞായറാഴ്ച രാവിലെ പ്രാർത്ഥനയ്ക്ക് പോകാൻ ഒരുങ്ങി നിൽക്കുമ്പോഴായിരിക്കും ഈ സ്പിരിറ്റ് പിന്നെ ഭയങ്കര പൊട്ടിത്തെറിയാ വീട്ടിൽ, ഒരു സ്തോത്രം പറഞ്ഞേ. സ്തോത്രം. അതൊരു ഭയങ്കര പ്രശ്നമാണ്. സ്തോത്രം. എവിടെ വെച്ച് വേണേലും പിടിക്കാം. ഇതിപ്പോൾ ഒരു നിശ്ചിത സ്പോട്ട് ഉണ്ടായി, സ്കൂളിൽ പോകുമ്പോൾ മാത്രമേ ഉള്ളൂ പാസ്റ്ററെ. അങ്ങനെ ഉണ്ടായിരുന്നെങ്കിൽ ആ വിഷയത്തെ മാത്രം കെയർ ചെയ്താൽ മതി. ഇതിപ്പോൾ സ്കൂളിൽ പോകുമ്പോൾ മാത്രമല്ല, ആ ആത്മാവ് ഇപ്പം അവൻ എന്ത് ചെയ്യുന്നേ? നിയന്ത്രിക്കുന്നത്. സംസാരിക്കാൻ പറ്റത്തില്ല, ഓൾറെഡി ഊമനാണ്. പക്ഷെ ആത്മാവകത്ത് കയറി അവൻ നിലവിളിക്കാൻ തുടങ്ങും. എൻ്റെ ചോദ്യം, ഈ മറയപ്പെട്ടുപോയ ആത്മാവിനെ പുറത്തു കൊണ്ടുവരാൻ ആർക്ക് കഴിയും? സ്തോത്രം. ഇന്ന് രാത്രിയിൽ ദൈവകൃപയും അഭിഷേകമുള്ളവർ പറയണം, സാത്താനി ശക്തി മറയപ്പെട്ട് കിടക്കുന്നതാ. അത് എപ്പോൾ പുറത്തു ചാടുമെന്ന് അടുത്ത ഭാഗത്ത് കിടപ്പുണ്ട്. യേശു പറഞ്ഞു, ഒരു കാര്യം ചെയ്യ്, ശിഷ്യന്മാർക്ക് പറ്റിയില്ലല്ലോ, നിന്റെ മകൻ ഇങ്ങ് കൊണ്ടുവാ, ഇവിടെ കൊണ്ടുവാ. അപ്പോൾ ഈ മകൻ യേശുവിൻ്റെ അടുക്കൽ വരാൻ തുടങ്ങുമ്പോൾ തന്നെ ബൈബിളിൽ കിടക്കുന്ന അടുത്ത വാക്ക്, കർത്താവിനെ കണ്ടപ്പോൾ തന്നെ ഈ ആത്മാവ് എൻ്റെ അകത്ത് കയറി അവനെ തള്ളിയിടാൻ തുടങ്ങി. സ്തോത്രം. അങ്ങനാണെങ്കിൽ ഇന്ന് രാത്രി ഞാൻ ഉറപ്പിച്ച് അടുത്ത പദം പറയാം. മറയപ്പെട്ടു പോയ ചില പൈശാചിക സ്പിരിറ്റുകൾ യേശുവിൻ്റെ അടുക്കൽ വന്നു കഴിഞ്ഞാൽ അത് വെളിപ്പെട്ടു വരും. വിശ്വസിക്കുന്നുണ്ടോ? ഇന്ന് രാത്രിയിലെ പ്രാർത്ഥനകളെ നോക്കി സ്വർഗത്തിലെ ദൈവം ആ ദൂത് ആവർത്തിച്ചു പറയാൻ പറയുന്നു. അകത്ത് മറയപ്പെട്ടു പോയ പാപം പുറത്തു വരുന്നതോടുകൂടെ അകത്ത് മറയപ്പെട്ടു പോയ സാത്താനിക സ്പിരിറ്റുകൾ, ഡെവിൾ സ്പിരിറ്റുകൾ, 1-2 മിനിറ്റുകൾ അതിനുവേണ്ടി ഒന്ന് സ്തോത്രം ചൊല്ലി പ്രാർത്ഥിച്ചാട്ടെ. ആമേൻ. 1-2 മിനിറ്റുകൾ അതിനുവേണ്ടി ഒന്ന് സ്തോത്രം ചൊല്ലി പ്രാർത്ഥിച്ചാട്ടെ. അകത്ത് മറയപ്പെട്ടുപോയ ചില സാത്താനിക സ്പിരിറ്റുകൾ യേശുവിൻ്റെ നാമത്തിൽ ഇന്ന് രാത്രി ദൈവമേ നീ അത് പുറത്തു കൊണ്ടുവരേണ്ടതിന് ഒരുമിച്ച് ഇന്ന് രാത്രി ഞങ്ങൾ ആത്മാവിൽ സ്തോത്രം ചൊല്ലി പ്രാർത്ഥിക്കുന്നു. ഇത് ദൈവത്തിൻ്റെ മന്ദിരമാകിയാലും ആലയം ദൈവത്തിൻ്റെതാകിയാലും ഇതിനകത്ത് മറഞ്ഞു നിന്ന് കളിക്കുന്ന ചില ഡെവിൾ സ്പിരിറ്റുകൾ ഉണ്ടെന്ന് ആത്മാവിൽ ഞങ്ങൾ മനസ്സിലാക്കുന്നു. ചർച്ചിനകത്തിരിക്കുമ്പോൾ അത് വെളിപ്പെട്ട് വരുമായിരിക്കാം, വീട്
വീടിനകത്ത് രണ്ടുപേർ സംസാരിക്കുമ്പോൾ അത് വെളിപ്പെട്ട് വരുമായിരിക്കാം. ഇന്ന് രാത്രി വാക്തത്വ സമയമാകുമ്പോൾ അതിങ്ങനെ എവിടെ വെച്ച് വേണേലും ഇത് പിടിക്കാൻ സാധ്യതയുണ്ട്. പക്ഷെ ഇന്ന് രാത്രി യേശുവിന്റെ അടുക്കൽ വന്നാൽ, ആത്മാവ് ഇന്ന് രാത്രി ഒരു ദൂത് പറയുക, കർത്താവിന്റെ അടുക്കൽ വന്നാൽ ഈ സ്പിരിറ്റ് പിന്നെ ജയിക്കത്തില്ല. കർത്താവിന്റെ അടുക്കൽ വന്നാൽ ഈ സ്പിരിറ്റിന് പിന്നെ മറഞ്ഞിരിക്കാൻ കഴിയത്തില്ല. യേശുവിന്റെ നാമത്തിൽ ഒരു അഭിഷക്തൻ എന്ന രീതിയിൽ ആത്മാവിൽ ഇന്ന് രാത്രി ഞാൻ പ്രാർത്ഥിച്ചു പറയുന്നപ്പോ, മറയപ്പെട്ടു പോയ ചില സ്പിരിറ്റുകളെ ഇന്ന് രാത്രി യേശു പുറത്തുകൊണ്ട് രക്തത്തിന്റെ ശക്തി അത് വ്യാപരിക്കപ്പെടും. രക്തത്തിന്റെ ശക്തി അത് വ്യാപരിക്കപ്പെടും. രക്തത്തിന്റെ ശക്തി അത് വ്യാപരിക്കപ്പെടും. രക്തത്തിന്റെ ശക്തി അത് വ്യാപരിക്കപ്പെടും. ഇതൊരു പാഴ്വാക്കല്ല. പരിശുദ്ധാത്മാവിൽ ഞാൻ ഉറപ്പിച്ചു പറയാം, ഞാൻ ഈ ഭാഗത്തെ വെളിപ്പെടുത്തുന്നത് തലമുറകൾക്കകത്തും മറഞ്ഞിരിക്കുന്ന പൈശാചിക സ്പിരിറ്റുകൾ, ആമേൻ, തലമുറകൾക്കകത്ത് മറഞ്ഞിരിക്കുന്ന സാത്താനിക സ്പിരിറ്റുകൾ, അവ ഇന്ന് രാത്രി പുറത്തു വരും. വിശ്വസിക്കുന്നവർക്കായി നന്ദിയോടെ ദൈവത്തിന് സ്തോത്രം പറയുന്നു. ഇനി തലമുറകൾക്കകത്ത് മാത്രമാണ് സാത്താനിക സ്പിരിറ്റ് മറഞ്ഞിരിക്കുന്നത്? അല്ല, നിയോഗമുള്ളവന്റെ മേൽ പിശാച് മറഞ്ഞിരിക്കും. അതിനെയും കർത്താവ് പുറത്തു കൊണ്ടുവരും. ഒന്ന് എഴുന്നേറ്റ് വന്നേ ഫെബിനെ. ദൈവത്തിന്റെ തെരഞ്ഞെടുക്കപ്പെട്ട മനുഷ്യന്മാരിൽ ഒരുത്തനാണ് പത്രോസ് എന്ന് പറയുന്നത്. അധികാരത്തിന്റെ താക്കോലൊക്കെ കൈക്കകത്ത ഉണ്ട്. സ്തോത്രം. താക്കോൽ പിടിച്ചവൻ വലിയ വെളിപ്പാടൊക്കെയാണ് പറഞ്ഞത്. നീ ജീവനുള്ള ദൈവത്തിൻ്റെ പുത്രനായ ക്രിസ്തു. അസാധാരണമായ വെളിപ്പാട്. വെളിപ്പാട് കേട്ട അധ്യായത്തിൽ അവൻ ഹീറോയിസം കാണിച്ച് നിൽക്കുമ്പോൾ യേശു അങ്ങോട്ടൊരു ദൂത് പറഞ്ഞു. അതേ, മനുഷ്യപുത്രൻ വന്നതേ മനുഷ്യരുടെ കയ്യിൽ ഏൽപ്പിക്കപ്പെടാൻ പോവാ. ഞാൻ പോവാ മനുഷ്യൻ്റെ കയ്യിൽ ഏൽപ്പിക്കപ്പെടാൻ, ഞാൻ ക്രൂശിക്കപ്പെടാൻ പോവാ. ഇത് പറഞ്ഞപ്പോൾ കയ്യിൽ വെളിപ്പാടിന് താക്കോൽ പിടിച്ചവൻ ചാടി എഴുന്നേറ്റ് പറഞ്ഞു, കർത്താവേ, നിനക്കങ്ങനെ ഭവിക്കല്ലേ, സംഭവിക്കല്ലേ. ഇത് കേട്ടപ്പോൾ കർത്താവ് തിരിഞ്ഞു പത്രോസിനോട്. ഇത് യേശുവിനോട് ഇവൻ പറയുമ്പോൾ വേറിട്ടൊരു സ്ഥലത്തേക്ക് കൂട്ടിക്കൊണ്ടുപോയെന്ന അങ്ങനെ വാക്യം, വേറിട്ടൊരു സ്ഥലത്തേക്ക് കൂട്ടിക്കൊണ്ടുപോയി. അപ്പം എൻ്റെ ഒരു ചിന്ത, കർത്താവ് മുമ്പിലാണ് നടക്കുന്നത്, പത്രോസ് പുറകിലാണ് നടക്കുന്നത്. അതെങ്ങനെ മനസ്സിലായെന്ന് ചോദിച്ചാൽ, ഇങ്ങനെ ഇവർ നടക്കുന്ന സമയത്ത് ഇവൻ ഈ വാക്ക് പറയുക, കർത്താവേ, നിനക്കങ്ങനെ ഭവിക്കല്ലേ എന്ന് പറയുമ്പോൾ യേശു നിന്നു, തിരിഞ്ഞു പത്രോസിനോടെന്ന വാക്യം. നിങ്ങൾ ആ വാക്യം വായിച്ചിട്ടുണ്ടോ? തിരിഞ്ഞ് പത്രോസിനോട്. അപ്പം യേശു മുമ്പേ നടക്കുന്നു, പത്രോസ് പുറകെ നടക്കുന്നു. അതുകൊണ്ടാണല്ലോ തിരിയാൻ പറ്റിയത്. അപ്പോൾ ഒരു സ്റ്റെപ്പ് മുമ്പിലായി യേശു. യേശു തിരിഞ്ഞു പത്രോസിനോട്, സാത്താനെ എന്നെ വിട്ട്. ആരാ ഇത്? താക്കോലൊക്കെ കൈ പിടിച്ച് ഭയങ്കര അധികാരത്തിൻ്റെ ശബ്ദം പറയുമ്പോഴും, അഭിഷേകത്തിൽ ആരാധിക്കുമ്പോഴും, സ്തോത്രം പറയുമ്പോഴും ഗൗരവമുള്ളൊരു വാക്ക് ഞാൻ പറയാം. ഇങ്ങനെയൊക്കെ ഉണ്ടോ പാസ്റ്റർ? ഉണ്ടെന്നേ. സ്തോത്രം. എത്രയോ ചർച്ചകളിൽ, എത്രയോ മീറ്റിങ്ങിനകത്ത് പോകുമ്പോൾ കാണാം, അന്യഭാഷ എന്നൊക്കെ പറയുമ്പോൾ സൂപ്പർ അന്യഭാഷയാണ്. പക്ഷേ ഒറ്റ പ്രശ്നമേ ഉള്ളൂ, മറയപ്പെട്ട് കിടക്കുന്ന ഒരു സാത്താനിക സ്പിരിറ്റിനകത്ത് അച്ചാൽ. സ്തോത്രം. എപ്പം വേണേലും വെളിപ്പെട്ട് വരാൻ സാധ്യതയുണ്ട്. ഒരു സ്തോത്രം പറഞ്ഞേ. സമയം നിശ്ചിതമൊന്നുമില്ല, എപ്പം വേണേലും വെളിപ്പെട്ട് വരും. സ്തോത്രം. യേശു തിരിഞ്ഞത് തൻ്റെ അഭിഷക്തൻ പത്രോസിനോട് സംസാരിക്കാനാണ്. അതുകൊണ്ടാണ് മക്കളെ വാക്യം എഴുതി വെച്ചിരിക്കുന്നത്, യേശു തിരിഞ്ഞ് പത്രോസിനോട്. ആരോടാ? അപ്പൊ യേശു തിരിഞ്ഞത് എന്തിനാ? തൻ്റെ അഭിഷക്തനായ താക്കോൽ കയ്യിലുള്ള പത്രോസിനോട് എന്തോ സംസാരിക്കാനാണ് യേശു തിരിഞ്ഞത്. യേശു തിരിഞ്ഞത് അതിനു വേണ്ടിയിട്ടാ. പക്ഷേ തിരിഞ്ഞപ്പോൾ യേശു കണ്ടതാരെയാ? എന്നിട്ട് വന്നേ മോനെ, ഓടിവാ. താക്കോൽ കയ്യിൽ പിടിച്ച അഭിഷക്തനോട് എന്തോ ഒരു നിയോഗം പറയാൻ യേശു ഇങ്ങോട്ട് തിരിഞ്ഞപ്പോ കണ്ടത് അവന്റെ മുമ്പിൽ നിൽക്കുന്ന ഒരു സാത്താനിക രൂപത്തെയാ. സ്തോത്രം. തിരിഞ്ഞത് പത്രോസിനോടാണെങ്കിലും സംസാരിക്കുന്നത് പത്രോസിനാണെങ്കിലും ഇപ്പൊ കണ്ടത് സാത്താനെയാ. അപ്പൊ യേശു അടുത്ത വാക്ക് പത്രോസിനോട് പറയേണ്ടത് അവനെ ഹോൾഡ് ചെയ്ത് നിർത്തിയിട്ട് യേശു സാത്താനോട് പറയാ, സാത്താനെ എന്നെ വിട്ട്. പത്രോസേ പോകുന്നാണോ? അങ്ങനെയൊക്കെ പറയാൻ തുടങ്ങിയ നമ്മളെ എല്ലാം കർത്താവ് ശാസിക്കാൻ. ഒരു സ്വത്രം പറഞ്ഞേ. നമ്മളെ അങ്ങനെ ചർച്ച ചെയ്ത് ദൈവം ഇറക്കി വിടുകയല്ല. ഒരു സ്വത്രം പറഞ്ഞാട്ടെ. ഇല്ല, കർത്താവ് അങ്ങനെ ഇറക്കി വിടുകയല്ല. ഇറക്കി വിടാനാണെങ്കിൽ കർത്താവ് ഇവിടെ മൊത്തം വൃത്തിയാക്കി നമ്മളെ എല്ലാവരും ഇറക്കി വിടണം. അങ്ങനെ നമ്മളെ ഇറക്കി വിടാൻ തുടങ്ങി ഇതെങ്ങ് നിൽക്കൂല്ല. സ്തോത്രം. അതുകൊണ്ട് നമ്മളെ അല്ല കർത്താവ് ശാസി. നമ്മളോടല്ല യേശുവിന് വൈരാഗ്യമുള്ളത്. നമ്മളോടല്ല കർത്താവിന് ഈ വിഷയ സംബന്ധമായി രൂക്ഷതയുള്ളത്. നമ്മുടെ മുമ്പിൽ നമ്മളെ വിടാത്തൊരു സാത്താനിക സ്പിരിറ്റ് ഇല്ലേ, അതിനോടാ കർത്താവിന് പോരാട്ടമുള്ളത്. യേശു പത്രോസെ വിട്ടുപോന്നല്ല പറഞ്ഞത്. പിന്നെ യേശു സാത്താനോട് പറയും, എൻ്റെ അഭിഷക്തന്റെ മുമ്പിൽ നിൽക്കുന്ന സാത്താനെ വിട്ടുപോ എന്നതിനേക്കാൾ അപ്പുറം ഇംഗ്ലീഷ് ട്രാൻസ്ലേഷൻ കുറച്ചും കൂടെ ബ്യൂട്ടിഫുൾ ആണ്. സാത്താൻ ഗെറ്റ് ബിഹൈൻഡ് മീ എന്നാണ് ഇംഗ്ലീഷിൽ കിടക്കുന്നത്. സാത്താൻ ഗെറ്റ് ബിഹൈൻഡ് മീ. അർത്ഥം ഗെറ്റ് ബിഹൈൻഡ് മീ എന്ന് പറഞ്ഞാൽ സാത്താനെ നീ പിറകിലേക്ക് പോ, എൻ്റെ അഭിഷക്തൻ മുമ്പിലോട്ട് എന്ത് ചെയ്യട്ടെ,
വരട്ടെ. വിശ്വസിക്കുന്നവർക്കായി നന്ദിയോടെ ഞാൻ ദൈവത്തിന് സ്തോത്രം പറയുക. ഇന്ന് രാത്രിയിലും അകത്ത് ദൈവശക്തിയുള്ളവനെ മറച്ചു വെച്ചിരിക്കുന്ന, നിയോഗത്തെ മറച്ചു വെച്ചിരിക്കുന്ന, തലമുറയുടെ അകത്തും മറച്ചു വെച്ചിരിക്കുന്ന സാത്താനിക സ്പിരിറ്റിനെ ശാസിക്കുമ്പോൾ തന്നെ അകത്ത് താക്കോലുള്ളവനെ മറച്ചു വെച്ചിരിക്കുന്ന യേശുവിന്റെ നാമത്തിൽ പ്രാർത്ഥിക്കുക. അടകം ബാലകത്തുരം ശമാനകസ്തനം ധേരകസ്യാദലേ. കിട്ടുന്നുണ്ടോ പറയാറേ? ഒന്ന്, വെളിച്ചമാകുന്ന ദൈവകുഞ്ഞിനെ മറയ്ക്കുന്ന സ്വാധീനമുണ്ട്. രണ്ട്, പാപത്തെ മറയ്ക്കുന്ന സ്വാധീനമുണ്ട്. മൂന്ന്, പൈശാചിക മണ്ഡലങ്ങൾ മറഞ്ഞിരിക്കും. പൈശാചിക മണ്ഡലങ്ങൾ മറഞ്ഞിരിക്കുന്ന ഒന്നാമത്തെ മേഖലയാണ് നമ്മളിപ്പോൾ പെട്ടത്. തലമുറകളിൽ സാത്താൻ മറഞ്ഞിരിക്കും. എപ്പോഴും വെളിപ്പെട്ട് വരത്തില്ല, എവിടെ വെച്ച് വേണേലും വെളിപ്പെട്ട് വരാൻ സാധ്യതയുണ്ട്. സ്തോത്രം. രണ്ട്, നിയോഗമുള്ളവനിൽ മറഞ്ഞിരിക്കുന്ന സാത്താനി ശക്തിയുണ്ട്. സാത്താൻ മറഞ്ഞിരിക്കുന്ന മൂന്നാമത്തെ മേഖല എവിടെ? സാത്താൻ മറഞ്ഞിരിക്കുന്ന മൂന്നാമത്തെ മേഖല ഒരു സഹോദരി. ആ സഹോദരിക്ക് ഒരു കൊച്ചു പ്രശ്നമുണ്ട്. 18 സംവത്സരങ്ങളായി അവൾ കൂനയാണ്. 18 സംവത്സരങ്ങൾ. അപ്പോൾ യേശു പറയുന്ന അടുത്ത വാക്ക്, അബ്രഹാമിൻ്റെ സന്തതിയായ ഇവളെ 18 സംവത്സരങ്ങളായി സാത്താൻ ബന്ധിച്ചിരിക്കുക. ആ ബന്ധനം ഞാൻ അഴിച്ചുവിടേണ്ടത്. സ്തോത്രം. ഈ ആൻറ്റി ഇരിക്കുന്നത് ശരീരത്തിനകത്ത സാത്താൻ ഇരിക്കുന്നേ. ശാരീരിക മണ്ഡലത്തിൽ സാത്താൻ മറഞ്ഞിരിക്കും. സ്തോത്രം. ഏറ്റവും പ്രധാനപ്പെട്ടതും വളരെ ഗൗരവമുള്ള വാക്കുകൾ ഞാൻ പറയാം. നാം പോലും അറിയാതെ നമ്മുടെ ശരീരത്തിനകത്ത് സാത്താൻ മറഞ്ഞിരിക്കും. സ്തോത്രം. തലമുറകളിൽ സാത്താൻ മറഞ്ഞിരിക്കുമെങ്കിൽ, താക്കോലുള്ളവൻ്റെ കയ്യിൽ സാത്താൻ മറഞ്ഞിരിക്കുമെങ്കിൽ, ഇന്ന് രാത്രി അടുത്ത പദം ഞാൻ പറയാം. ശരീരത്തിനകത്ത് സൗഖ്യത്തെ തരാതെ ശാരീരിക ക്ഷീണങ്ങളെ ഇടാൻ പാകത്തിൽ ഒരു ഡെവിൾ സ്പിരിറ്റ് മറഞ്ഞിരിക്കും. നമുക്കിത് വെളിപ്പെട്ട് വരത്തില്ല അച്ഛാ. വെളിപ്പെട്ട് വരാതിരിക്കുമ്പോൾ നമ്മൾ ഹോസ്പിറ്റലിൽ കയറി ഇറങ്ങി മനസ്സ് മടുക്കും. മരുന്നെല്ലാം കൂടെ കഴിച്ച് ചീർക്കുന്നതല്ലാതെ ഇതിനകത്ത് വിടുതൽ കിട്ടത്തില്ല. പക്ഷെ ഇന്ന് രാത്രി യോഗത്തിനകത്തിരിക്കുന്നവരോട് ഏറ്റവും പ്രധാനപ്പെട്ട വാക്കുകളൊന്ന് ഞാൻ പറയുക. നാം പോലും അറിയാതെ നമ്മുടെ ശരീരത്തിനകത്ത് രോഗത്തിൻ്റെ സ്വാധീനങ്ങളെ വിതയ്ക്കാൻ പാകത്തിൽ 18 വർഷമായിട്ട് ഈ ആൻറ്റിയുടെ അകത്ത് സാത്താൻ കയറിയിരിക്കുക. ഈ സാത്താൻ കയറിയിരുന്നപ്പോൾ ബന്ധിച്ച മേഖല തലമുറയല്ല. ഈ സാത്താൻ കയറിയിരുന്നപ്പോൾ ബന്ധിച്ച മേഖല താക്കോലുള്ളവനെ ബന്ധിച്ചതുപോലല്ല. ഈ സാത്താൻ ഈ ആൻറ്റിയുടെ അകത്ത് കയറിയിരുന്നപ്പോൾ ഇവളെ ശരീരത്തെ അത് ബന്ധിക്കാൻ തുടങ്ങിയത്. ഇന്ന് രാത്രി പ്രാർത്ഥിക്കാമെങ്കിൽ ഹൃദയം തുറന്ന് നമ്മൾ പ്രാർത്ഥിക്കുന്ന ഉപവാസത്തിൻ്റെ പ്രാർത്ഥനയുടെ 7ാമത്തെ രാത്രി, ഇതുവരെ കിട്ടാത്ത ദൈവത്തിൻ്റെ സൗഖ്യത്തിൻ്റെ കൈമാറ്റം ഈ വചനം കണ്ണും പൂട്ടി വിശ്വസിച്ചാൽ എൻ്റെ ശരീരത്തിനകത്ത് ഇതുവരെ ലഭ്യമാകാത്ത ചില ശാരീരിക വിടുതലുകൾ എൻ്റെ സ്വർഗത്തിലെ ദൈവം തരുമെന്ന് പറഞ്ഞാൽ വിശ്വസിക്കുന്ന ദൈവത്തിൻ്റെ മക്കൾ ഇതിനകത്തുണ്ടെങ്കിൽ അവരെ ഓർത്ത് ഇന്ന് രാത്രി ഞാൻ ദൈവത്തിന് സ്തോത്രം പറയുന്നു. ആത്മാവിൽ ഇന്ന് രാത്രി ഒന്ന് പ്രാർത്ഥിച്ചിട്ട് പറപ്പാ, എൻ്റെ ശരീരത്തിനകത്ത് ദൈവത്തിൻ്റെ സൗഖ്യം ഇന്ന് രാത്രി എനിക്ക് വേണോ? എൻ്റെ ശരീരത്തിനകത്ത് ദൈവത്തിൻ്റെ വിടുതൽ ഇന്ന് രാത്രി എനിക്ക് വേണോ? യേശുവിൻ്റെ നാമത്തിൽ എൻ്റെ അകത്തൊരു സ്പിരിറ്റ് മറഞ്ഞിരിക്കുകയാണെന്ന് ഞാൻ മനസ്സിലാക്കുന്നു. ഇടയ്ക്കിടയ്ക്ക് എൻ്റെ കൈകാലുകൾക്ക് പെയിൻ ഇടുന്ന, ഇടയ്ക്കിടയ്ക്ക് എൻ്റെ അസ്ഥികൾക്ക് വേദനയിടുന്ന, ഉപവസിക്കാൻ തുടങ്ങുമ്പോൾ എൻ്റെ അകത്ത് അൾസറിൻ്റെ പ്രയാസമുണ്ടാക്കുന്ന യേശുവിൻ്റെ നാമത്തിൽ എന്ന ആത്മാവിൽ പ്രാർത്ഥിച്ച് കർത്താവിനോട് പറയാൻ പറയുന്നു. ഇതിനകത്തിരിക്കുന്ന ചിലരുടെ അകത്ത് അങ്ങനെ ഒരു സ്വാധീനമുണ്ട്. നീ ചിന്തിക്കരുത് അതൊരു വലിയ പിശാചാണെന്ന് ചിന്തിക്കരുത്. അതൊരു രോഗത്തിൻ്റെ ആത്മാവായിട്ട് മറഞ്ഞിരിക്കുന്ന ആത്മാവിനെ നോക്കി നീ കൽപ്പിച്ചു പറ, ഇന്ന് രാത്രി പുറത്തുവാ യേശുവിൻ്റെ നാമത്തിൽ. കഴിഞ്ഞ ചില ദീർഘവർഷങ്ങളായി എൻ്റെ ശരീരത്ത് നീ കുടികുത്തിയിരിക്കുക. ഇന്ന് രാത്രി പുറത്തു വരാൻ നീ അധികാരത്തോടെ പറ. ലൂക്കോസിന്റെ സുവിശേഷം 19:42. ദൈവിക പ്രവൃത്തികളിൽ ഒന്നാമത്തെ പ്രവൃത്തി ആ വാക്യത്തിനകത്തുണ്ട്. ലൂക്കോസ് 19:42. ഈ നാളുകളിൽ നിന്റെ സമാധാനത്തിനായുള്ള നീയും അറിഞ്ഞെങ്കിൽ കൊള്ളാമായിരുന്നു. അടുത്ത വാക്ക്, ഇപ്പോഴോ അത് നിന്റെ കണ്ണിന് മുൻപിൽ. ഇതൊരു ഭയങ്കര ദൈവപ്രവൃത്തിയാണ്. ഈ നാളുകളിൽ സമാധാനത്തിനായുള്ളത് നീ അറിഞ്ഞെങ്കിൽ കൊള്ളാമായിരുന്നു. പക്ഷെ ആ ഒരു പ്രശ്നമുണ്ട്. നീ അറിയേണ്ട ദൈവപ്രവൃത്തി ഇപ്പോൾ മറഞ്ഞിരിക്കുകയാണ്. കഴിഞ്ഞ 6 ദിവസങ്ങളായി അത് വെളിപ്പെട്ട് വന്നിട്ടില്ല. ഈ 7ാമത്തെ പകൽ വരെ അത് ചലിച്ച് കാണത്തില്ല. നീ അറിയേണ്ട ചില ദൈവപ്രവൃത്തികൾ, നീ കാണേണ്ട ചില ദൈവപ്രവൃത്തികൾ മറഞ്ഞിരിക്കുക. പക്ഷെ ഇന്ന് രാത്രി ഞാൻ ഈ വാക്യത്തെ കരമിച്ച് പറയുക, മറഞ്ഞിരിക്കേണ്ട, ഞാൻ അറിയേണ്ട ചില സമാധാനത്തിൻ്റെ സന്ദേശങ്ങളെ, മറച്ചുവെച്ച സ്വാധീനങ്ങളെ യേശു ഇന്ന് രാത്രി പൊളിച്ചിട്ട് എൻ്റെ ദൈവപ്രവൃത്തികൾ വെളിപ്പെട്ട് വരുന്നതിനായി ദൈവത്തിന് ഞാൻ സ്തോത്രം പറയുക. അത് മറഞ്ഞിരുന്നാൽ ഒരു പ്രശ്നമുണ്ട്. അത് മറഞ്ഞിരുന്നാൽ ഒരു പ്രശ്നം. 43ാമത്തെ വാക്യം, അത് മറഞ്ഞിരുന്നാൽ ഒരു പ്രശ്നം. ഈ ദൈവപ്രവൃത്തി മറഞ്ഞിരുന്നാൽ ഒരു പ്രശ്നം. 43ാമത്തെ വാക്യം, നിന്റെ സന്ദർശനകാലം നീ അറിയാത്തത് കൊണ്ട്, അത് നിനക്ക് മറഞ്ഞിരിക്കുന്നത് കൊണ്ട്
നിന്റെ ശത്രുക്കൾ നിനക്ക് ചുറ്റും വാടകോരും. അടുത്തത്, നിന്നെ വളഞ്ഞ് നാലും പുറത്തും ഞെരുക്കും. അടുത്ത വാക്ക്, നിന്നെയും നിന്നിലുള്ള നിന്റെ മക്കളെയും നിലത്ത് തള്ളിയിടും. നിങ്ങൾ കല്ലിന്മേൽ കല്ല് ശേഷിക്കാതെ വരികയും ചെയ്യും. ഈ സംഭവം നിനക്ക് മറയപ്പെട്ടു പോയാൽ ഒന്നാമത് ബാധിക്കുന്നത് ശത്രു നിന്റെ മേൽ മുതലെടുക്കാൻ സാധ്യതയുണ്ട്. 2, നിന്റെ മക്കളെ ഇത് ബാധിക്കാൻ ദൈവപ്രവൃത്തി മറയപ്പെട്ടു പോയാൽ സന്തതികളെ ഇത് ബാധിക്കാൻ സാധ്യതയുണ്ട്. 3, പണി നടക്കേണ്ട വിഷയങ്ങളെ പൊളിച്ചു കളയുന്ന മേഖലകളായി ഇത് വെളിപ്പെട്ട് വരാൻ സാധ്യതയുണ്ട്. പക്ഷേ ഇന്ന് രാത്രി വിശ്വസിക്കുന്നവരെ പറ, എന്നിലുള്ള ദൈവപ്രവൃത്തി മറഞ്ഞിരിക്കത്തില്ല, എന്നിലുള്ള ദൈവപ്രവൃത്തി വെളിപ്പെട്ട് വരുന്നതിനായി സ്തോത്രം. യേശു കർത്താവ് സൗഖ്യമാക്കാൻ വേണ്ടി ശുശ്രൂഷയുടെ അതീവ ഗൗരവമുള്ള ഭാഗത്തിലേക്ക് വന്നപ്പോൾ ഒരൊറ്റ ആൻറ്റി പുറകിലൂടെ വന്നു, യേശുവിൻ്റെ വസ്ത്രത്തിൻ്റെ തൊങ്ങൽ തൊട്ടവൾ എന്ത് ചെയ്തു? സൗഖ്യമായി. സൗഖ്യമായി എന്ന് കണ്ടപ്പോൾ അവളങ്ങ് മറഞ്ഞുപോയി. ഇതൊരു ഭയങ്കര ദൈവപ്രവൃത്തിയാണ്. ദൈവപ്രവൃത്തി നടന്നു, പക്ഷെ ദൈവപ്രവൃത്തി നടന്നെങ്കിലും ഇത് പ്രദർശിപ്പിക്കപ്പെട്ടില്ല, മറഞ്ഞുപോയപ്പോൾ യേശു ദൈവപ്രവൃത്തി നടന്നല്ലോ, ആട്ടെ, അവളായി അവളെ പാടായി. യേശു അങ്ങനെ പോയില്ല. ദൈവപ്രവൃത്തി നടന്നാൽ അത് വെളിപ്പെട്ട് വരണം. അത് യേശുവിൻ്റെ വാശിയാണ്. ഇന്ന് രാത്രി നമ്മളിലൊരു ദൈവപ്രവൃത്തി ഉണ്ടെങ്കിൽ അത് വെളിപ്പെട്ട് വരണം. ആകയാൽ യേശു പോയില്ല, യേശു അവിടെ തന്നെ നിന്നു, കർത്താവ് അവിടെ തന്നെ നിന്നു. ജനമെല്ലാം ആരാ തൊട്ടെ നാട്ടുകാർ പറഞ്ഞു, എന്തോ ചോദ്യം, ഇതിൻ്റെ ഇടയിൽ നിന്ന് എങ്ങനെ തപ്പിയെടുക്കാനാ? എല്ലാവരും തൊടുകല്ലേ, എല്ലാവരും സ്പർശിക്കുക. യേശു പറഞ്ഞു, അല്ല, ഒരു ദൈവപ്രവൃത്തി ഒരു വെളിയിൽ നടന്നിട്ടുണ്ട്, അവൾ ഇപ്പം പറഞ്ഞിരിക്കുക, അവൾ വെളിപ്പെടാതെ ഞാൻ ഇവിടുന്ന് പോകത്തില്ല. യേശു അവിടെ നിന്നപ്പോൾ അവൾക്ക് മനസ്സിലായി, എനിക്ക് മറഞ്ഞിരിപ്പാൻ കഴിയത്തില്ല. അവൾ പുറത്ത് ചാടി, അവൾ സാക്ഷ്യം പറയാൻ തുടങ്ങി. ഇന്ന് രാത്രി ഇതിനകത്തിരിക്കുന്ന ഓരോ കുടുംബങ്ങളെ നോക്കി സ്വർഗത്തിലെ ദൈവം ദൂത് പറയുക, നിന്നിലുള്ള ദൈവപ്രവൃത്തിയെ സാക്ഷ്യങ്ങളെ മറച്ചു കളഞ്ഞ, ഇപ്പോഴും മറച്ചു വെച്ചിരിക്കുന്നതിനെ യേശു പോകുന്നില്ല. യേശു നിന്റെ വീട്ടിലുണ്ട്. നിന്നെ പുറത്തു കൊണ്ടുവരുന്നത് വരെ യേശു നിന്റെ കൂടാരത്തിനകത്ത് തമ്പടിച്ച് നിൽക്കുകയാണെന്ന് പറഞ്ഞാൽ ഇന്ന് രാത്രി വിശ്വസിക്കുന്നവർ പറയണം, എന്നിലുള്ള ദൈവപ്രവൃത്തി പുറത്തു വരാൻ പോവുകയാണ്. ഞാൻ ഇതുവരെ പറയാത്ത ചില സാക്ഷ്യങ്ങൾ പുരുഷാരത്തിൻ്റെ നടുവിൽ ഞാൻ സാക്ഷ്യം പറയാൻ പോവുക. ഈ വാക്ക് നിങ്ങൾ ആരും വിശ്വസിക്കുന്നില്ലെങ്കിലോ ഞാൻ അങ്ങ് കണ്ണും പൂട്ടി വിശ്വസിക്കുക. ഞാൻ പറഞ്ഞല്ലോ, ആദ്യമായിട്ടാണ് ഞാൻ ഈ ഭാഗം പ്രസംഗിക്കുന്നത്, പക്ഷേ ഈ വാക്ക് ഞാൻ എന്നോടുള്ള ദൂതായിട്ട് ഏറ്റെടുക്കുക. ഈ 21 ദിവസത്തെ ഉപവാസ പ്രാർത്ഥനയിൽ ഞാൻ ഇതുവരെ പറയാത്തൊരു സാക്ഷ്യം, എൻ്റെ അകത്ത് നടന്ന ദൈവപ്രവൃത്തികളെ കുറിച്ചുള്ള സാക്ഷ്യം, ഇതുവരെ എൻ്റെ ആയുസിൽ ഞാൻ പറയാത്ത ചില ടെസ്റ്റ് മണികൾ, ഈ ഉപവാസ പ്രാർത്ഥന ശത്രു എന്നെ കൊണ്ട് പറയിപ്പിക്കത്തില്ലെന്ന് പറഞ്ഞ് മറച്ചു വെച്ച സാക്ഷ്യങ്ങൾ പുരുഷാരം കേൾക്കെ, ഞാനും എൻ്റെ കുടുംബവും പറയാൻ പോകുകയാണെന്ന് പറയുമ്പോൾ നിങ്ങളും പറ, ഞാനും പറയാൻ പോവാ പാസ്റ്ററേ, എൻ്റെ കുടുംബവും സാക്ഷീകരിക്കാൻ പോവാ. എല്ലാ കണ്ണുകളും അടയ്ക്കാം, ഹൃദയങ്ങൾ നമുക്ക് തുറക്കാം. ഒറ്റ മിനിറ്റ് ദൈവസ്ഥലത്തിൽ എഴുന്നേറ്റ് നിന്നാട്ടെ, പ്രാർത്ഥിക്കാൻ പോവാം. 1 മിനിറ്റ് ദൈവസ്ഥലത്തിൽ എഴുന്നേറ്റ് നിന്നാട്ടെ, പ്രാർത്ഥിക്കാൻ പോവാം. എഴുന്നേറ്റ് നിൽക്കുന്നവർ കണ്ണുകളെല്ലാം അടച്ചാട്ടെ. ഇന്ന് രാത്രിയിൽ കർത്താവ് നമ്മളോട് പറയുക, നീയാകുന്ന വെളിച്ചം മറഞ്ഞുപോയി, പുറത്തു വന്നേ പറ്റുള്ളൂ. നിൻ്റെ അകത്തെ പാപം മറയപ്പെട്ട് കിടക്കുക, പുറത്തു വന്നാലേ പറ്റുള്ളൂ. നീ പോലും അറിയാതെ പിശാച് മറഞ്ഞിരിക്കുക. നിൻ്റെ തലമുറയിൽ നിയോഗമുള്ള നിന്നിൽ, സൗഖ്യമാകേണ്ട നിന്നിൽ അവൻ മറഞ്ഞിരിക്കുക. ആ പിശാച് പുറത്തു വന്നാലേ പറ്റത്തുള്ളൂ. 4, നിൻ്റെ അകത്തുള്ള ദൈവപ്രവൃത്തി ഇപ്പം മറഞ്ഞിരിക്കുക, പക്ഷെ ആ സമാധാനത്തിനുള്ളത് നീ അറിഞ്ഞാലേ പറ്റൂ. അത് മറഞ്ഞിരിക്കാൻ പാടില്ല. കണ്ണുകളെല്ലാം അടച്ച് പ്രാർത്ഥിച്ചേ. ആമേൻ. നിങ്ങൾ കണ്ണടച്ചിരിക്കുമ്പോൾ 44-ാം സങ്കീർത്തനം അതിൻ്റെ 24-ാമത്തെ വാക്യം ഞാൻ നിങ്ങളെ വായിച്ചു. എല്ലാ കണ്ണുകളും അടഞ്ഞിരിക്കുമ്പോൾ 44-ാം സങ്കീർത്തനം അതിൻ്റെ 24-ാമത്തെ വാക്യം, നീ നിൻ്റെ മുഖത്തെ മറയ്ക്കുന്നതും ഞങ്ങളുടെ കഷ്ടവും പീഡനവും മറന്നു കളയുന്നു. സങ്കീർത്തനക്കാരൻ ചങ്ക് കീറി കരഞ്ഞ് ദൈവസന്നിധി പറയുക, അപ്പാ നീ ഇപ്പം മറഞ്ഞിരിക്കുന്നത് എന്താ? നിൻ്റെ മുഖത്തെ നീ ഞങ്ങളീ മറച്ചു വെച്ചിരിക്കുന്നത് എന്താ? നീ മറഞ്ഞിരിക്കല്ലേ എന്ന് പറഞ്ഞ് ഈ മനുഷ്യൻ പ്രാർത്ഥിക്കുക. വൈകിട്ട് അല്പസമയം ഞാൻ ഈ ഭാഗം എടുത്ത് വായിക്കുമ്പോൾ 44-ാം സങ്കീർത്തനത്തിൽ മൊത്തം സങ്കീർത്തനക്കാരൻ പരാതി പറയുക, നീ മറഞ്ഞിരിക്കുന്നത് എന്താ അപ്പാ? നീ എന്താ അപ്പാ ഒരു ദൈവപ്രവൃത്തി അയക്കാത്തെ? പ്രാർത്ഥനയുടെ 7-ാമത്തെ ദിവസമായല്ലോ, എന്താ അപ്പാ നീ ഒരു ദൈവപ്രവൃത്തി അയക്കാതെ? നീ എന്താ അപ്പാ മറഞ്ഞിരിക്കുന്നേ? സങ്കീർത്തനക്കാരൻ ചങ്ക് കീറി കരയുക.
ഞാനും ചിന്തിച്ചു, അപ്പാ ഈ മനുഷ്യൻ്റെ മുമ്പിൽ ദൈവം എന്താപ്പാ മറഞ്ഞിരിക്കുന്നത്? ഇത് കോരഹപുത്രന്മാരുടെ സങ്കീർത്തനമാ, എന്താ ഇവരുടെ മുമ്പിൽ ദൈവം മറഞ്ഞിരിക്കുന്നേ? 44-ാം സങ്കീർത്തനം മൊത്തവും വായിക്കുമ്പോൾ എൻ്റെ മനസ്സിനകത്തൊരു ചിന്തയുണ്ടായിരുന്നു, ഈ സങ്കീർത്തനം തീരുന്നതിനേക്കാൾ മുമ്പ് ദൈവം ഇവർക്ക് വേണ്ടി വെളിപ്പെട്ട് വരും. ഇത്രയും ചങ്കുകീറി കരഞ്ഞില്ലേ, ഇത്രയും പ്രാർത്ഥിച്ചില്ലേ, ഇത്രയും വണ്ടിക്കൂലി മുടക്കി ദൈവസന്നിധി വന്നിരിക്കുകയല്ലേ, എന്താ അപ്പാ നീ മറഞ്ഞിരിക്കുന്നേ ചോദിച്ചപ്പോൾ 44-ാം സങ്കീർത്തനത്തിൽ അതിൻ്റെ മറുപടി ഞാൻ കണ്ടില്ല. പക്ഷേ ഹൃദയ തകർച്ചയോടെ 45-ാം സങ്കീർത്തനം ഞാൻ വെറുതെ ഒന്ന് വായിച്ചു നോക്കി. അതിൻ്റെ ഹെഡിങ്ങിൽ കിടക്കുക, അതും കോരഹപുത്രന്മാരുടെ സങ്കീർത്തനമാ. 44-ാം സങ്കീർത്തനത്തിൻ്റെ ഒടുവിൽ നീ എന്താ മറഞ്ഞിരിക്കുന്നതെന്ന് ചോദിച്ച് കണ്ണുനീരോട് അവർ തൂലിക താത്തുവെച്ചെങ്കിൽ ദൈവം അവരോട് പറഞ്ഞു, 45-ാം സങ്കീർത്തനം എഴുത്. 45-ാം സങ്കീർത്തനത്തിൻ്റെ 1-ാമത്തെ വാക്യം കോരഹപുത്രന്മാർ എഴുതി വെക്കുക, എൻ്റെ ഹൃദയം ശുഭവചനത്താൽ കവിയുന്നു, എൻ്റെ കൃതി രാജാവിന് വേണ്ടിയുള്ളതെന്ന് ഞാൻ പറയുന്നു. എന്ന് വെച്ചാൽ മറഞ്ഞിരിക്കുന്നു എന്ന് അവർക്ക് തോന്നിയ അവരുടെ ദൈവം ഇപ്പോൾ ഒരു രാജാവായി അവരുടെ നടുവിൽ വെളിപ്പെട്ട് വന്നിരിക്കുക. ഇന്ന് രാത്രി ഉപവസിക്കുന്ന ഓരോ കുടുംബങ്ങളെ നോക്കി ഞാൻ പറയാം, നീ കരയുന്നതും നീ ഹൃദയ തകർച്ചയോടെ ദൈവസന്നിധി ഇരിക്കുന്നതൊന്നും വെറുതെ അല്ല കേട്ടോ. ആമേൻ. ഇപ്പോൾ ഇതിനൊന്നും മറുപടി കാണത്തില്ല, പക്ഷെ അടുത്ത അധ്യായം എഴുതി തുടങ്ങട്ടെ, അടുത്ത ദിവസങ്ങൾ വരട്ടെ, അടുത്ത മിനിറ്റുകൾ വരട്ടെ. നീ എന്താ അപ്പ എൻ്റെ മുമ്പിൽ ഇങ്ങനെ മറഞ്ഞിരിക്കുന്നതെന്ന് നീ ചോദിച്ച ചോദ്യത്തിന് മറുപടിയായി അവനൊരു രാജാവായി നിനക്ക് വേണ്ടി വെളിപ്പെട്ട് വരാൻ പോകുകയാണ്. ഹൃദയമുള്ളവരെല്ലാം ഇന്ന് രാത്രി ഹൃദയ തുറന്ന് പ്രാർത്ഥിച്ചാട്ടെ. ദൈവസന്നിധിയിൽ ആരാധിക്കാനല്ല, അല്പസമയം നമ്മൾ പ്രാർത്ഥിക്കാൻ പോകുക. 1 മിനിറ്റ് നമ്മൾ പ്രാർത്ഥിച്ച് ഈ സെക്ഷൻ വൈൻഡപ്പ് ചെയ്യുക. എല്ലാവരും പ്രാർത്ഥിച്ചിട്ട്, പാ നീ എന്താപ്പാ എൻ്റെ മുമ്പിൽ മറഞ്ഞിരിക്കുന്നേ? ഞാൻ നിന്റെ കുഞ്ഞല്ലയോ, ഞാൻ തൂലിക ചലിപ്പിച്ചല്ലയോ ഈ എഴുതുന്നേ, ഞാൻ നിന്റെ മുമ്പിൽ പ്രാർത്ഥിച്ചല്ലയോ ഇരിക്കുന്നേ, എല്ലാ ദിവസവും ഞാൻ വരുന്നില്ലയോ, എത്ര 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 ഇതിൻ്റെ പിറകെ ഞാൻ അധ്വാനിക്കുന്നപ്പാ, എത്ര ആഗ്രഹത്തോടെ ഞാൻ പ്രാർത്ഥനയെ സമ്മതിക്കുന്നു, എന്താപ്പാ നീ മറഞ്ഞിരിക്കുന്നേ? ഒന്നിറങ്ങി വരാൻ വേണ്ടി പ്രാർത്ഥിക്ക്. ഞാൻ എപ്പോഴും പറയുന്ന വാക്കുകളിൽ ഒന്നാണ്, കൈയടിക്കാൻ എല്ലാവർക്കും പറ്റും, ഒരു തമാശ പറയുമ്പോൾ ചിരിക്കാൻ എല്ലാവർക്കും പറ്റും, കൂട്ടത്തിൽ കൈയടിക്കാനും കൂട്ടത്തിൽ ചിരിക്കാനും ഒക്കെ നമ്മുടെ അകത്തൊരു വികാരമുള്ളത് കൊണ്ട് പറ്റും. പക്ഷേ കരയണമെങ്കിൽ, കണ്ണുനീര് വരണമെങ്കിൽ അടുത്തിരിക്കുന്ന ആൾ കരഞ്ഞാൽ നമുക്ക് കരയാൻ പറ്റത്തില്ല. കരയണമെങ്കിൽ ഹൃദയത്തെ തൊടുന്ന ദൂത് വെളിപ്പെട്ട് വരണം. രാത്രിയിൽ ഇതിനകത്തും ഈ അവസാന വാക്കിൻ്റെ മുമ്പേ ചിലരുടെ കണ്ണ് നിറഞ്ഞിരിക്കുന്ന ഞാൻ കാണുന്നു. ദൈവം നിങ്ങളെ തൊടുക. ഇതുവരെ മറഞ്ഞിരിക്കുന്ന നിന്നിൽ ദൈവം ഇറങ്ങി വരാൻ പോവുക. ഒരിക്കൽ എൻ്റെ യേശു ക്രൂശിനകത്ത് കടന്ന് പ്രാർത്ഥിച്ചു, പിതാവേ പിതാവേ, നീ എന്നെ കൈവിട്ടതെന്ത്? നീ അയച്ചിട്ടല്ലേ അപ്പാ ഞാൻ ലോകത്ത് വന്നേ, ആ നിയോഗം ഏറ്റെടുത്തല്ലേ ഞാനിപ്പോൾ ക്രൂശിക്കപ്പെട്ട് കിടക്കുന്നേ. ഉച്ച മുതൽ ഉള്ളങ്കാല് വരെ രക്തം വാർന്നൊലിച്ച് കിടക്കുമ്പോൾ എൻ്റെ അരിമനാഥം പ്രാർത്ഥിക്കുക, പിതാവേ നീ എന്നെ കൈവിട്ടതെന്ത്? വേദപുസ്തകം പറയുന്നു, അപ്പൻ പോലും അവനിൽ നിന്ന് മുഖം മറച്ചു കളഞ്ഞു. മറഞ്ഞുപോയി, ദൈവപ്രവൃത്തി മറഞ്ഞുപോയി. നാട്ടുകാർ മൊത്തം പറഞ്ഞു, പിതാവ് അവനെ ഉപേക്ഷിച്ചു, പിതാവ് അവനിൽ നിന്ന് മറഞ്ഞുപോയി. പക്ഷെ ദൈവപ്രവൃത്തികളെ മറയ്ക്കാൻ ഒരു സാത്താനി ശക്തിക്കും കഴിയത്തില്ല. ഒരു സമയം കഴിഞ്ഞപ്പോൾ, 3-ാമത്തെ ദിവസം എത്തിയപ്പോൾ വാഗ്ദത്തത്തിൻ്റെ മഷിഹ ഉയർത്തെഴുന്നേറ്റ് വരികയാ. ഇന്ന് രാത്രിയിൽ നിന്റെ മുമ്പിൽ ദൈവാൽപ്പ നേരത്തേക്ക് മറഞ്ഞിരിക്കുന്നെങ്കിൽ, മറഞ്ഞിരിക്കുന്ന നിന്നിലേക്ക് ഇന്ന് രാത്രി വെളിപ്പെട്ട് വരാൻ പോവുക. എല്ലാവരും പ്രാർത്ഥിച്ച്, ലോർഡ് ദ ഹോളി സ്പിരിറ്റ്, ഓരോ കുഞ്ഞുങ്ങൾക്കായി ഞങ്ങൾ സ്തോത്രം ചൊല്ലുന്നു. മറഞ്ഞിരിക്കുന്ന ഇവർക്ക് വേണ്ടി കർത്താവേ നീ ഇറങ്ങി വരണമേ. മറഞ്ഞിരിക്കുന്ന നീ ഇവർക്ക് വേണ്ടി ഇറങ്ങി വരണമേ. മറഞ്ഞിരിക്കുന്ന നീ ഇവർക്ക് വേണ്ടി ഇറങ്ങി വരണമേ. യേശുവേ നീ എനിക്ക് വേണ്ടി ഇറങ്ങി വരണേ എന്ന് പറഞ്ഞ് പ്രാർത്ഥിക്കുക. പാപ്പ, യേശുവേ നീ എനിക്ക് വേണ്ടി ഇറങ്ങി, ഒരപ്പനായി ഇറങ്ങി വരണേ എന്ന് പറ, ഒരമ്മയായി ഇറങ്ങി വരണേ എന്ന് പറ, ഒരു നല്ല സഖിയായി ഇറങ്ങി വരണേ എന്ന് പറ, ഒരു നല്ല സഹോദരനായിട്ട് ഇറങ്ങി വരണേ എന്ന് പറ, ഒരു നല്ല കൂട്ടുകാരനായിട്ട് നീ എനിക്ക് വേണ്ടി ഇറങ്ങി വരണേ എന്ന് പറ. അപ്പാ നീ ഞങ്ങൾക്ക് വേണ്ടി ഇറങ്ങി വരണമേ, 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 ഈ ഞങ്ങൾക്ക് വേണ്ടി ഇറങ്ങി വരണമേ. എനിക്കറിയാം നിങ്ങളുടെ കണ്ണുനീർ ഈ മാറ്റിനകത്ത് വീണ് മാഞ്ഞു പോകത്തില്ല. നീ വന്നിരുന്ന് കരയുന്നില്ലേ, അപ്പാ എൻ്റെ കൂടാരത്തിൽ നീ ഒന്ന് വെളിപ്പെട്ട് വരണമേ, മറഞ്ഞിരിക്കല്ലേ അപ്പാ. സഹോദരങ്ങൾ മറഞ്ഞിരുന്നാലും സാരമില്ല, പക്ഷെ നീ മറഞ്ഞിരിക്കല്ലേ. പ്രാർത്ഥിച്ചോ, കർത്താവേ നീ വെളിപ്പെട്ട് വരണമേ, കർത്താവേ നീ എനിക്ക് വേണ്ടി എന്ന് പറയാം. അപ്പാ വെളിപ്പെട്ട് വരണമേ, അപ്പാ വെളിപ്പെട്ട് വരണമേ. ഞങ്ങളുടെ സഹോദരങ്ങൾക്ക് വേണ്ടി ദൈവം വെളിപ്പെട്ട് വരണമേ, ഞങ്ങളുടെ സഹോദരിമാർക്ക് വേണ്ടി ദൈവം വെളിപ്പെട്ട് വരണമേ, ഞങ്ങളുടെ കുഞ്ഞുങ്ങൾക്ക് വേണ്ടി ദൈവം വെളിപ്പെട്ട് വരണമേ, ഞങ്ങളുടെ തലമുറകൾക്ക് വേണ്ടി ദൈവം വെളിപ്പെട്ട് വരണമേ. കർത്താവേ നീ ഞങ്ങൾക്ക് വേണ്ടി അത് ചെയ്യാൻ പോകുന്നതിനായി ഞങ്ങൾ ഒരുമിച്ച് സ്തോത്രം ചൊല്ലി പ്രാർത്ഥിക്കുന്നു. ആരെ കുടുംബങ്ങൾക്ക് വേണ്ടിയും കർത്താവ് വെളിപ്പെട്ട് വരുന്നതിനായി സ്തോത്രം. യേശുവിൻ നാമത്തിൽ തന്നെ. ആമേൻ, ആമേൻ, ആമേൻ. ഇനിയുള്ള